ഒരു ഹോംലെസ് ആയിട്ടുള്ള ഒരു വ്യക്തി നമ്മുടെ ട്രാഷ് ക്യാൻ, നമ്മുടെ ഗാർബേജ് ബിന്നിനകത്തു നിന്ന് ഫുഡ് കഴിക്കുന്നു. കഴിച്ച KFCയും എന്തോ പിസ്സയൊക്കെ കഴിക്കുന്നത് കണ്ട് അങ്ങനെ എൻ്റെ ഹൃദയത്തിലൊരു വേദന ഉണ്ടായി. ഓസ്ട്രേലിയയിൽ ഏകദേശം 1,50,000-നും 2,00,000-നും ഇടയിൽ ആൾക്കാർ ഹോംലെസ് ആണ്. ജോർജി എന്ന നിലയിൽ പലർക്കും അറിയാവുന്ന അങ്ങനെ ചാരിറ്റി വർക്ക് ചെയ്യുന്ന ഒരാളായിട്ടാണ് എന്നെ പലർക്കും അറിയാവുന്നത്. സോ അതിൽ തന്നെ ഞാൻ സ്റ്റിക്ക് ഓൺ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ഐ എൻജോയ് വാട്ട് ഐ ഡു. ചാരിറ്റി എന്ന് പറയുന്നത് നമുക്ക് ഇന്നിട്ടിട്ട് നാളെ തീർക്കാൻ പറ്റുന്ന അല്ലല്ലോ ചാരിറ്റി വർക്ക്. നമുക്ക് ബാക്കി എന്ത് ജോലി നമുക്ക് നിർത്തിപ്പോവാം. നമുക്ക് ഒരാളുടെ ലൈഫിനെ ട്രാൻസ്ഫോം ചെയ്യാൻ പറ്റിയ ദാറ്റ്സ് ഇറ്റ്. ഈ സൈലന്റ് ഹോംലെസ് എന്ന് പറയുന്ന ആൾക്കാർ കടന്നു പോകുന്ന അവസ്ഥ ഒരു വല്ലാത്ത അവസ്ഥയാണ്. ആർട്സ് ആൻഡ് അവാർഡ്സ് ഈസ് ഓൾവേസ് പാർട്ട് ഓഫ് ചാരിറ്റി വർക്ക് എന്ന് വേണമെങ്കിൽ പറയാം. ആൾക്കാർക്ക് ഫ്രീ ഫുഡ്, 5,000+ ആൾക്കാർക്ക് ഫുഡ് കിറ്റ്സ് കൊടുക്കും. എൻ്റെ മോളും വൈഫും പറഞ്ഞു നമുക്ക് പോയി കളക്ട് ചെയ്യാം. ഞങ്ങൾ വണ്ടിയിൽ പോകുന്നു, ഞങ്ങളുടെ അടുത്ത് നിർത്തുന്നു, കുപ്പികൾ കളക്ട് ചെയ്യുന്നു, വണ്ടിയിലിട്ട് വൈഫ് പിള്ളേരെ പഠിപ്പിക്കുന്നുണ്ട്. നമ്മൾ ഒത്തിരി സ്റ്റുഡൻസിനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പഠിക്കാൻ. ഇറ്റ്സ് എ എക്കോണമിക് ജേർണി. ദ ഇന്ത്യൻ പസഫിക് ഇതിനകത്ത് കൂടുതലും ട്രാവൽ ചെയ്യുന്നത് ചിലരുടെ എൽഡർലി ആയിട്ടുള്ള ആൾക്കാർ. കെട്ടിപ്പിടിച്ച് കരഞ്ഞ് എൻ്റെ മോനാ നീ എന്നൊക്കെ പറഞ്ഞ് കരഞ്ഞ്. ചിലർ പറയും ഗോ ബാക്ക് ടു യുവർ കൺട്രി. ഞാൻ വായിച്ചവർ പറയും ഇന്ന് ഫ്ലൈറ്റ് ഇല്ല, നാളെ പോയാൽ മതി. നാട്ടിൽ തന്നെ നല്ല സ്കോപ്പും നല്ല കാര്യങ്ങളും ഉണ്ടെങ്കിൽ വൈ യു നീഡ് ടു ലീവ്? പിന്നെ ഒന്നേന്ന് കരിയർ സ്റ്റാർട്ട് ചെയ്യണം. പിന്നെ ഈ പറഞ്ഞ റേസിസം അല്ലെങ്കിൽ കളർ അല്ലെങ്കിൽ സ്കിൽസിന് ഇവിടെ വലിയ കാര്യമില്ല. വൈ യു ടേക്കിംഗ് ഇറ്റ് ഫോർ ദ ഹോംലെസ്? വേറെ ആളുടെ ലൈഫിനെ ചേഞ്ച് ചെയ്യാൻ നോക്കുമ്പോൾ നമ്മൾ ഒത്തിരി സാക്രിഫൈസ് ചെയ്യേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. മസ്റ്റർഡ് സീഡ് ഈസ് കമ്പയർഡ് ആസ് ദി ടൈനിയസ്റ്റ് ഓഫ് ദ ടൈനിയസ്റ്റ്. വെൻ ഇറ്റ് ഗ്രോസ് ഇറ്റ് ബിക്കംസ് എ ബിഗർ ട്രീ. ഒരു ബോട്ടിലിന് പിന്നിൽ ഒരു വലിയൊരു മാറ്റത്തിന്റെ കഥ. പലരും വെറുതെ കളയുന്ന ഒരു ബോട്ടിലിൽ നിന്ന് സമൂഹത്തിന് വേണ്ടി നല്ലത് ചെയ്യാൻ അവസരം കണ്ട ഒരു വ്യക്തിത്വം. ജോയ് ടോക്സിന്റെ മറ്റൊരു മനോഹരമായ എപ്പിസോഡിലേക്ക് ഏവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. വി വെൽക്കം യു ജോർജ് ചേട്ടാ. താങ്ക് യു എവരിവൺ. താങ്ക് യു. ജോർജിയെ പറ്റി അറിയാൻ പാടില്ലാത്ത ആൾക്കാർക്ക് ഹൂ ഈസ് ജോർജി എന്ന് ചോദിച്ചാൽ ചേട്ടന് എങ്ങനെ ഡിസ്ക്രൈബ് ചെയ്യും? ഞാൻ തമാശ രൂപേണ പറയാം. ജോർജി കമ്മിങ് ഫ്രം കേരള, ലിവിങ് ഇൻ റിവർലി പാർക്ക്. അല്ല, ദാറ്റ്സ് ഫോർ ഫൺ. സോ ഓൾവേസ് യു നീഡ് ടു ബി സ്മൈലിംഗ്. ഓക്കെ, ഒറ്റ വാക്കിൽ പറയുവാണെങ്കിൽ ഇപ്പോൾ ഈ നേരത്തെ പറഞ്ഞ പോലെ ബോൺ ആൻഡ് ബോട്ട് അപ്പ് ഇൻ ഇന്ത്യ, ലൈക്ക് പ്രൗഡ് ഓസി റൈറ്റ് നൗ. പിന്നെ നാട്ടിൽ തന്നെ പഠിച്ച് നാട്ടിൽ തന്നെ വളർന്നു. അതുകൊണ്ട് ലവ് മൈ എന്താ പറയുന്നത്, ബാക്ക് ടു മൈ റൂട്ട്സ് ഇന്ത്യ. എന്നാൽ അതിനേക്കാൾ ഉപരി നേരത്തെ പറഞ്ഞ പോലെ എനിക്ക് മനസ്സിലായ ഒരു കാര്യം ഒറ്റ വാക്കിൽ പറയുവാണെങ്കിൽ നമുക്ക് പർപ്പസ്, നമ്മുടെ ലൈഫിലുള്ള പർപ്പസ് എന്താണെന്ന് അറിഞ്ഞ ഒരാളാണ് ഞാൻ. ഏറ്റവും സിമ്പിളായിട്ട് പറയുവാണെങ്കിൽ ഒരാൾ വലിച്ചെറിയുന്ന ഒരു 10 cents കുപ്പിയോ അല്ലെങ്കിൽ ഒരു ക്യാനോ അല്ലെങ്കിൽ ഒരു ബിയർ ബോട്ടിലിൽ നിന്ന് വേറൊരാൾക്ക് ആഹാരം കൊടുക്കാൻ പറ്റുന്ന അങ്ങനെ ഒരു ഇനിഷ്യേറ്റീവ് എടുത്ത് അങ്ങനെ പലരുടെയും ലൈഫിനെ ട്രാൻസ്ഫോം ചെയ്ത ഒരാളെന്ന നിലയിൽ അറിയപ്പെടാനാണ് ഞാൻ കൂടുതൽ ആഗ്രഹിക്കുന്നത്. ഇപ്പം അങ്ങനെ ഒറ്റ വാക്കിൽ പറയുവാണെങ്കിൽ യെസ്, ട്രാൻസ്ഫോമർ, അല്ലെങ്കിൽ സമ്മൺ ഹു ക്യാൻ ചേഞ്ച് സമ്മൺസ് ഡെസ്റ്റിനി, അങ്ങനെയൊക്കെ എനിക്ക് ഇതിനകത്ത് പറയാൻ പറ്റും. ഓസ്ട്രേലിയ എന്നെ പലരും അറിയാവുന്നത് അങ്ങനെയാണ്. കാരണം എന്നെ ജോർജി എന്ന നിലയിൽ പലർക്കും അറിയാവുന്ന അങ്ങനെ ചാരിറ്റി വർക്ക് ചെയ്യുന്ന ഒരാളായിട്ടാണ് എന്നെ പലർക്കും അറിയാവുന്നത്. സോ അതിൽ തന്നെ ഞാൻ സ്റ്റിക്ക് ഓൺ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. കാരണം നമ്മളെല്ലാം ഇവിടെ ജോലി ചെയ്യുന്നുണ്ട്. നമ്മളെല്ലാം ഇവിടെ ഒരു പുതിയ ലൈഫിന് വേണ്ടി, ഒരു ഫാമിലിയും ഒരു വെൽ സെറ്റിൽഡ് ആകാൻ വേണ്ടി നമ്മളിവിടെ വന്നു. പക്ഷേ ആസ് ഐ സെഡ്, നമ്മൾ ഓരോരുത്തരും വരുമ്പോൾ ലൈഫിൽ ഒരു ചെറിയ ട്രാൻസ്ഫോർമേഷൻ നമ്മുടെ ലൈഫിലുണ്ടാവും. ചിലർ ഗോ ഫോർ മെറ്റീരിയൽ തിങ്സ്, ചിലർ അവരുടെ പർപ്പസിന് വേണ്ടി ജീവിക്കും. അപ്പൊ ചിലർ പറയത്തില്ല ഞാൻ ഈ ജോലി വിറക്കുന്നു, ഞാൻ ഈ ജോലി നശിച്ച ജോലി എന്നൊക്കെ പറയുന്ന പോലെ ചിലർ ജോലി ചെയ്യുന്നു, അത് ക്യാഷിന് വേണ്ടി മാത്രം, മോർഗേജ് പേ ചെയ്യാൻ വേണ്ടി ചെയ്യുന്നു. പക്ഷേ ഐ എൻജോയ് വാട്ട് ഐ ഡു. കാരണം വേറെ ആളെ നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ അങ്ങനെ ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പൊ അങ്ങനെ അറിയപ്പെടാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എനിക്ക് തോന്നുന്നു ചേട്ടന് ഒരു ഫുൾ ടൈം ജോലി ചെയ്യുന്നതിന്റെ ഒപ്പമാണ് ഈ ചാരിറ്റി പ്രവർത്തനമായിട്ട്. ഒരു കാലത്തൊക്കെ ഞാൻ 5-6 ജോലി ചെയ്ത സമയങ്ങളുണ്ട്. നമ്മളെല്ലാം അത് ചെയ്യുന്നവരാണെന്ന് എനിക്ക് ഉറപ്പായിട്ട് അറിയാം. നമ്മൾ വരുന്ന കുറേ വർഷങ്ങളിൽ നമ്മൾ സ്ട്രഗിൾ ചെയ്ത് കുറേ നമ്മൾ ബുദ്ധിമുട്ടും. അങ്ങനെ സമയത്ത് തന്നെയാണ് ഞാൻ ചാരിറ്റി വർക്ക് ചെയ്യുന്നത്. അതെ, അതെനിക്ക് തോന്നുന്നത് പല ജോലികൾ മാറി ചെയ്യുമ്പോഴും ഈ ചാരിറ്റിയുടെ വർക്ക് മാത്രം മാറുന്നില്ല, അത് എപ്പോഴും കോൺസ്റ്റന്റ് ആണ്. ചാരിറ്റി എന്ന് പറയുന്നത് നമുക്ക് ഇന്നിട്ടിട്ട് നാളെ തീർക്കാൻ പറ്റുന്ന അല്ലല്ലോ ചാരിറ്റി വർക്ക്. നമുക്ക് ബാക്കി എന്ത് ജോലി നമുക്ക് നിർത്തിപ്പോവാം. നമ്മളൊരു ചാരിറ്റി വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ട് അത് നിർത്തിപ്പോയാൽ ഉണ്ടാകുന്ന ഭവിഷ്യത്തുകൾ, കോൺസിക്വൻസ് വളരെ ഹൈ ആണ്. നമ്മളെ ആശ്രയിച്ചിരിക്കുന്ന ഒരുപാട്. എക്സാക്ട്ലി. ഒരു പൊളിറ്റീഷ്യന് പോലും ഞാൻ റിട്ടയർ ആയെന്ന് പറഞ്ഞ് പോവാം, പക്ഷെ ചാരിറ്റി അങ്ങനെ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്ത് പോകാൻ പറ്റത്തില്ല. അപ്പം ചാരിറ്റി ചെയ്യുമ്പോൾ നമ്മൾ അക്കൗണ്ടബിൾ ആണ്, പലരോടും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നവരോട് അക്കൗണ്ടബിൾ ആണ്. അങ്ങനെ ഒരു കാര്യം നോക്കുമ്പോൾ അതെ, ഇതൊരു ഫുൾ ടൈം ജോബ് പ്ലസ് ഒരു ഫുൾ ടൈം വോളണ്ടിയറിംഗ് പരിപാടിയാണ്. എനിക്ക് തോന്നുന്നത് ചേട്ടൻ ഒരുപാട് രാജ്യങ്ങളിൽ വർക്ക് ചെയ്തിട്ടുണ്ട്, അവിടെ താമസിച്ചിട്ടുണ്ട്. ഐ മീൻ ഒരു ട്രാവലിന്റെ ബേസിലാണെങ്കിലും ഒരുപാട് സ്ഥലങ്ങളിൽ കൂടെ പോയിട്ടുണ്ട്.
ഇങ്ങനെയുള്ള ഒരുപാട് ലൈഫ് എക്സ്പോഷർ ആണോ? അതായത് ഒരുപാട് ജീവിതങ്ങൾ കണ്ടപ്പോൾ എനിക്കും എന്തെങ്കിലും ഡിഫറൻ്റ് ആയിട്ട് ചെയ്യണമെന്നൊരു തോന്നലാണോ? അതെയോ മറ്റെന്തെങ്കിലും ഒരു പർട്ടിക്കുലർ വൺസ് ഓഫ് ആയിട്ടുള്ള ഒരു ഇൻസിഡന്റ് ആണോ ചേട്ടൻ്റെ ഈ ചാരിറ്റിയിലേക്കുള്ള ഒരു ടേൺ ഓവർ ആയിട്ട് അല്ലെങ്കിൽ ടേണിംഗ് പോയിന്റ് ആയിട്ട് ചേട്ടന് തോന്നുന്നത്? അങ്ങനെ ചോദിക്കുവാണെങ്കിൽ അല്ല ഒരിക്കലും. കാരണം ഞാൻ എൻ്റെ ലൈഫിൽ ഹോസ്പിറ്റാലിറ്റി ഹോട്ടൽ മാനേജ്മെൻ്റാണ് പഠിച്ചത്. ഫുഡിന് വേണ്ടി ഞാൻ ഇതുവരെ വിഷമിച്ചിട്ടില്ല. നിങ്ങൾക്ക് എന്നെ കാണുമ്പോഴേ അറിയാം. വെൽ ഓഫ് ആയിരുന്നു ഞാൻ കഴിക്കാനുള്ള. എൻ്റെ ഭാര്യ പറയുന്ന പോലെ ഒരായുഷ്കാലത്തിനുള്ള നിങ്ങൾ കഴിച്ചു കഴിഞ്ഞു, ഇനിയിപ്പോൾ അടുത്ത ജന്മത്തിന് വേണ്ടിയുള്ളതാണ് ഞാൻ കഴിക്കുക. ട്രാവൽ ചെയ്യുന്ന വലിയൊരു കാര്യമാണ്. നിങ്ങളെല്ലാവരും ട്രാവൽ ചെയ്യണം. എന്നെ കേൾക്കുന്നവരാണെങ്കിലും നിങ്ങളാണെങ്കിലും നിങ്ങൾ ഒത്തിരി ലൈഫിൽ ട്രാവൽ ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് ഓപ്പർച്യൂണിറ്റീസ് കിട്ടും, ഒത്തിരി പുതിയ കൾച്ചർ പഠിക്കാൻ പറ്റും. പക്ഷേ ചാരിറ്റി മസ്റ്റർഡ് സീഡ് ഫാമിലി പ്രൊജക്റ്റ് എന്നാണ് എൻ്റെ ചാരിറ്റിയുടെ പേര്. അപ്പോൾ അതിനെപ്പറ്റി നമുക്ക് പിന്നെ സംസാരിക്കാം. പക്ഷേ ഈ പർട്ടിക്കുലർ പ്രൊജക്റ്റ് തുടങ്ങാനുള്ളതിൻ്റെ റീസൺ എന്ന് പറയുന്നത്, ഞാൻ ഒരു ഒറ്റ വാക്കിൽ പറയുവാണെങ്കിൽ 2019 ഞാൻ എൻ്റെ ജോലിയെ പോകുന്ന സമയത്ത് ഒരു സൺഡേ മോർണിംഗിൽ ഹൈൻലി സ്ട്രീറ്റിൽ, കാഡ്ലൈഡിലുള്ള ഹൈൻലി സ്ട്രീറ്റിൽ ഇപ്പോൾ പാർട്ടി പ്ലേസ്, ആ സൺഡേ മോർണിംഗ് ഞാൻ എൻ്റെ ജോലിക്ക് പോകുന്ന സമയത്ത് ഞാനൊരാൾ, ഒരു ഹോംലെസ് ആയിട്ടുള്ള ഒരു വ്യക്തി നമ്മുടെ ട്രാഷ് ക്യാൻ, നമ്മുടെ ഗാർബേജ് ബിന്നിനകത്തു നിന്ന് ഫുഡ് കഴിക്കുന്നത് കണ്ടു. ഞാൻ അദ്ദേഹത്തോട് ഞാൻ ചോദിച്ചു, വൈ യു ആർ ഈറ്റിംഗ് ദിസ്? ഞാനൊരു ഹോംലെസ് ആയിട്ടുള്ള ഒരാളാണ്, എനിക്ക് വിശക്കുന്നു, ഇന്ന് സൺഡേ മോർണിംഗ് ആണ്ട് ഫുഡില്ല. അങ്ങനെ അദ്ദേഹം ഞാൻ എൻ്റെ കൺമുന്നിൽ വെച്ച് കഴിച്ച KFCയും എന്തോ പിസ്സയൊക്കെ കഴിക്കുന്നത് കണ്ട് അങ്ങനെ എൻ്റെ ഹൃദയത്തിൽ ഒരു വേദന ഉണ്ടായി. അങ്ങനെ എൻ്റെ കർത്താവിനോട് സംസാരിച്ച് അങ്ങനെ ഭയങ്കര ഒരു ട്രാൻസ്ഫർമേഷൻ ഉണ്ടായാണ് ഞാൻ ഈ ഒരു ചാരിറ്റി തുടങ്ങി. ഒരുപക്ഷെ നമ്മള് കേരളത്തിലായിരിക്കും ഒരിക്കൽ പോലും നമ്മൾ ചിന്തിച്ചിട്ടുണ്ടാവില്ലല്ലോ ഓസ്ട്രേലിയ പോലെ ഡെവലപ്ഡ് കൺട്രിയില് ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടിയിട്ട്. അതെ, ഞാൻ ചിന്തിക്കുക ചേട്ടന് 2019 എന്ന് പറഞ്ഞില്ല, 2019 എനിക്ക് തോന്നുന്നു ചേട്ടൻ ഒരു പക്ഷേ ഇതിന് മുന്നേ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് മിഡിൽ ഈസ്റ്റിലാണ്. അപ്പൊ മിഡിൽ ഈസ്റ്റിൽ നിന്ന് ഇവിടെ ഓസ്ട്രേലിയ ഡെവലപ്ഡ് രാജ്യത്തേക്ക്, നമ്മളൊരു രാജ്യത്തേക്ക് മൈഗ്രേറ്റ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ വിചാരിക്കുന്നത്, അല്ലെങ്കിൽ നമ്മുടെ മനസ്സിലുള്ള ഒരു ഓസ്ട്രേലിയ ഇന്ന് വളരെ വ്യത്യസ്തമായ ഒരു കാഴ്ച ചേട്ടൻ കണ്ടത് അതാണോ ചേട്ടന് ഒരു ടേണിംഗ് പോയിന്റ് ആയിട്ട്? അതൊരു വലിയ ഫാക്റ്റാണ്. കാരണം നമ്മൾ ആരും വിചാരിക്കുന്നില്ല. ഞാൻ നിങ്ങളോട് സ്റ്റാറ്റ്സ് പറയുവാണെങ്കിൽ, അറ്റ് എ ഗിവൺ നൈറ്റ് ഓസ്ട്രേലിയയിൽ ഏകദേശം 1,50,000-നും 2,00,000-നും ഇടയിൽ ആൾക്കാർ ഹോംലെസ് ആണ്, ഒരു സ്ട്രീറ്റ്സിൽ താമസിക്കുന്നതാണ്. നിങ്ങൾ ഇപ്പം സോഷ്യൽ മീഡിയ ഒക്കെ ഇത്രയും ഒത്തിരി വൈറലാകുന്നുണ്ട്. നിങ്ങൾക്ക് പലർക്കും ഇപ്പോൾ പാരീസിലൊക്കെ ആണെങ്കിൽ എല്ലാവരും പാരീസ് ഈഫൽ ടവറിൻ്റെ ഒക്കെ കീഴിൽ അതുപോലെ ഹോംലെസ് ആണ്. ലോസ് ഏഞ്ചലസിൽ ഹോംലെസ് ഉണ്ട്. ഓസ്ട്രേലിയ അതുപോലെ തന്നെയാണ്. പക്ഷെ നമ്മുടെ ലൈഫിൽ തിരക്കായത് കൊണ്ട് നമ്മളിത് പലതും ഇഗ്നോർ ചെയ്ത് പോകുന്നു. കാരണം തെറ്റല്ല, കാരണം വി ആർ റണ്ണിങ് എ റേസ്. അപ്പോൾ എൻ്റെ കാര്യം എന്ന് പറയുവാണെങ്കിൽ, ഞാനത് കണ്ടു, എൻ്റെ ലൈഫിൽ ട്രാൻസ്ഫോം ആയി. നമ്മൾ ഒരു കാര്യത്തെപ്പറ്റി മാത്രം ചിന്തിച്ചുകൊണ്ടിരുന്നാൽ നമ്മൾ അതേ പിന്നെ കാണത്തും. പിന്നെ നമ്മൾ ചുറ്റും നോക്കുന്നിടത്തെല്ലാം ഹോംലെസ് ആണ്. അപ്പോൾ അങ്ങനെ ആ ഒരു ലൈഫിനെ എന്നെ ഭയങ്കരമായിട്ടത് ട്രാൻസ്ഫോം ആയി. അങ്ങനെ ആ സെയിം ട്രാഷ് ബിന്നിൽ നിന്നും തന്നെ നിങ്ങൾ വലിച്ചെറിയുന്ന, അല്ല ഒരാൾ വലിച്ചെറിയുന്ന ചെറിയ ബോട്ടിൽസും ക്യാൻസും ബിയർ ക്യാൻസും കളക്ട് ചെയ്ത് കിട്ടുന്ന മണിയിൽ നിന്നും ആ ഹോംലെസ്സിന് ഒരു ഫുഡ് പാക്ക് ആയിട്ട് മാറ്റിയ പ്രൊജക്റ്റ് ആണ് ഈ മസ്റ്റർഡ് സീഡ് ഫാമിലി. ഓഡിയൻസ്, സൗത്ത് ഓസ്ട്രേലിയൻ ഗവൺമെന്റ് പ്രഖ്യാപിച്ചിരിക്കുന്നതാണ്, നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുള്ള സോഫ്റ്റ് ബോട്ടിൽ ക്യാൻസ് കൊടുത്താൽ നമുക്ക് ഏകദേശം 10 സെൻസ് കിട്ടും. അതായത് നാട്ടിൽ ഏകദേശം ഇന്നത്തെ കണക്കനുസരിച്ച് 7 രൂപയോളമാണ് നമുക്കൊരു ബോട്ടിൽ കൊടുക്കുന്നത് വഴി ലഭിക്കുന്നത്. അപ്പൊ ചേട്ടൻ, ഞങ്ങൾ മനസ്സിലാക്കിയെടുത്തോളം ഈ വലിച്ചെറിയപ്പെടുന്ന ക്യാൻ ചേട്ടൻ പോയി കളക്ട് ചെയ്യുന്നു, അതുകൊണ്ടേ കൊടുത്ത് കിട്ടുന്ന എമൗണ്ട് വെച്ചിട്ട് ചേട്ടൻ എങ്ങനെയാണ് ഈ മസ്റ്റർഡ് സീഡ് ഫാമിലി പ്രൊജക്റ്റിൽ സ്പെൻഡ് ചെയ്യുന്നത്? മസ്റ്റർഡ് സീഡ് ഫാമിലി പ്രൊജക്ട് എന്ന് പറയുന്ന ചാരിറ്റി ഇസ് എ രജിസ്റ്റേർഡ് ചാരിറ്റി. ഇതൊരു ഇവിടെ തന്നെ സൗത്ത് ഓസ്ട്രേലിയൻ ഗവൺമെന്റുമായിട്ട് നമ്മൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന, ACNC രജിസ്റ്റർ ചെയ്യുന്ന ചാരിറ്റിയാണ്. അപ്പം ഇതിൻ്റെ പേപ്പർ വർക്ക്സും ലീഗൽ വർക്ക്സ് എന്നൊക്കെ പറഞ്ഞാൽ ആസ് യൂഷ്വൽ ഇതിനകത്ത് മാറ്റങ്ങളൊന്നുമില്ല. കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്, അതിനകത്ത് ബോർഡ് ഓഫ് മെമ്പേഴ്സ് ഉണ്ട്, ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഉണ്ട്. പ്രിഡോമിനൻ്റ്ലി ഹൗ വി റൈസ് ഫണ്ട്സ് ഇസ് ത്രൂ റീസൈക്ലിംഗ് ബോട്ടിൽസ് ആൻഡ് ക്യാൻസ്. പെട്ടെന്ന് നമ്മൾ കേൾക്കുമ്പോഴേ ഈ 10 സെന്റ് കൊണ്ട് നമ്മൾക്ക് കിട്ടാവുന്ന ഒരു എമൗണ്ടിന് നമ്മുടെ മനസ്സിലോട്ട് പെട്ടെന്ന് വരുന്നത് ചിലപ്പം ഒരു പക്ഷേ സങ്കല്പത്തിൽ നമുക്ക് വരുന്നതായിരിക്കില്ല യഥാർത്ഥത്തിൽ. എങ്ങനെയാണ് ഇതിൻ്റെ ഫങ്ഷനിങ്? ഇത് ക്രൂ മെമ്പേഴ്സ് ഉണ്ടോ? ഇപ്പോൾ അതെയോ ജോർജി തന്നെയാണോ ഇത് ചെയ്യുന്നത്? അല്ലെങ്കിൽ ഏതെങ്കിലും റെസ്റ്റോറൻറ്റുമായിട്ട് ടൈപ്പ് ഉണ്ടോ? ഹൗ യു ആക്ച്വലി ഫങ്ഷൻ ദിസ് ആൻഡ് ഹൗ യു ആക്ച്വലി കളക്ടിങ് ദി ബോട്ടിൽസ് ആൻഡ് ടേണിങ് ഇറ്റ് ഇൻ ടു ക്യാഷ്? ആൻഡ് ഇങ്ങനെ കിട്ടുന്ന ഈ എമൗണ്ട് ഈസ് ഇറ്റ് ഇനഫ് ഫോർ എ ഹോംലെസ്സിനെ ഹെൽപ്പ് ചെയ്യാൻ പാകത്തിന് അങ്ങനെ ഒരു ലെവലിലേക്ക് നമുക്ക് ഇതിൻ്റെ റവന്യൂ നമുക്ക് എത്തിക്കാൻ പറ്റുന്നുണ്ടോ? എക്സാക്ട്ലി. കാരണം നോട്ട് ഈവൻ സിംഗിൾ ക്യാൻ ഈസ് വേസ്റ്റ്. കാരണം അത്ര പറയണം. ഫോർ ഇൻസ്റ്റൻസ് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഓസ്ട്രേലിയൻ ക്രൗഡിന് വേണ്ടി പറയാം. ഇപ്പം നിങ്ങൾ കോൾസിൽ പോകുന്നു, നിങ്ങൾ കോൾസിൽ പോയൊരു സാധനങ്ങൾ വാങ്ങിച്ചു, ടോട്ടൽ വാല്യൂ $5.10.
നിങ്ങൾ ചെക്കൗട്ട് ചെന്നിട്ട് $5 മാത്രം കൊടുക്കുക. ആ 10 cents കൊടുക്കാതെ നിങ്ങളെ ചെക്കൗട്ട് ക്ലിയർ ചെയ്യാൻ നിങ്ങൾക്ക് പറ്റത്തില്ല. സോ 10 cents ഗോട്ട് സച്ച് എ ബിഗ് വാല്യൂ. അപ്പം tiniest of the tiniest coins ആണ് ആക്ച്വലി least bothered coin. 5 cents 10 cents എന്ന് പറയുന്നത്. പക്ഷേ ഈ തുടക്കകാലത്ത്, അതായത് ഐ ബിലീവ് എവറി ക്യാൻ ഗോട്ട് എ സ്റ്റോറി ടു സേ. തുടക്കകാലം മുതൽ നമുക്ക് ഒത്തിരി വോളണ്ടിയേഴ്സ് ഉണ്ടായിരുന്നു. ഈ പറഞ്ഞ നമ്മൾ റെസ്റ്റോറൻറ്റ്സുമായിട്ട് ടൈപ്പ് ചെയ്തു. അതൊക്കെ ഗ്രാജുവലി നടക്കുന്ന കാര്യങ്ങളാണ്. നമ്മളിങ്ങനെ സംസാരിച്ച് ബ്രെയിൻ സ്റ്റോം ചെയ്ത് വരുമ്പോൾ പലരെയും നമ്മൾ കാണും. ഇപ്പോൾ ഫോർ ഇൻസ്റ്റൻസ് പറയുകയാണെങ്കിൽ ചിലർ നമുക്ക് ഭയങ്കര വാല്യുബിൾ ഇത് ഇൻഫർമേഷൻ തരും. ചിലർ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഐഡിയാസ് പറഞ്ഞു തരും. അത് മോണിറ്ററി വാല്യൂക്കാളും വലുതായിരിക്കും. അപ്പം ആ വേർഡിങ്സ് ഒക്കെ പറയാൻ ഭയങ്കര. അപ്പം ചിലർ പറഞ്ഞു നീ ഒരു ഫേസ്ബുക്ക് പേജ് തുടങ്ങണം, അല്ലെങ്കിൽ നീ ഒരു റെസ്റ്റോറൻറ്റിൽ പോയി നിന്റെ ഈ സെയിം സ്റ്റോറി പറയണം. അപ്പം അങ്ങനെ അവർക്കും ഒരു സ്റ്റോറി കാണും പറയാൻ. അപ്പം നമ്മൾ അവരോട് പറഞ്ഞു വരുമ്പോൾ അത് സിങ്ക് ചെയ്ത് വരുമ്പോഴാണ് നമുക്ക് പല സപ്പോർട്ടും കിട്ടും. ചോദ്യത്തിലൂടെ വരുവാണെങ്കിൽ ഒത്തിരി പേര് സപ്പോർട്ട് ചെയ്തവരുണ്ട്. ഇന്ന് റെസ്റ്റോറൻറ്റ്സ് ടൈപ്പ് ചെയ്തവരുണ്ട്. ഇന്ന് നമുക്ക് വേണ്ടി ബോട്ടിൽസ് കളക്ട് ചെയ്യുന്ന കമ്പനീസ് ഉണ്ട്. അങ്ങനെ ഇതൊരു സ്ലോ പേസ്, ഇതൊരു വൺ സ്റ്റെപ്പ് ബൈ എ ടൈം എന്ന് പറയുന്ന പോലെ നെറ്റ്വർക്കിംഗ് ഉണ്ട്. ഇതിന്റെ ചേട്ടൻ കോർഡിനേറ്റ് ചെയ്യുന്നുണ്ട് നെറ്റ്വർക്കിംഗ്. കാരണം നമുക്കൊരു വെബ്സൈറ്റ് ഉണ്ട്. ഇതിനകത്ത് നമുക്ക് നമ്മളിതെല്ലാം ചെയ്യുമ്പോഴും വി ആർ ലീഗലി ഒബ്ലൈസ്ഡ് ടു ദി ATO, വി ആർ ലീഗലി ഒബ്ലൈസ്ഡ് ടു ദി ACNC. ഗവൺമെന്റിനോട് നമ്മൾ ലീഗലി ഒബ്ലൈസ്ഡ് ആണ്. അപ്പോൾ അതിനെതിരായിട്ടൊന്നുമില്ല. നമ്മൾ എന്ത് ചെയ്യുന്നു ഇറ്റ്സ് വെരി ട്രാൻസ്പെറൻറ്റ്. പിന്നെ മസ്റ്റർഡ് സീഡ് ഈസ് സ്റ്റിൽ എ ഗ്രാസ് റൂട്ട് ഓർഗനൈസേഷൻ. നമ്മൾ വലിയ ഒരു $1 million ഓർഗനൈസേഷൻ ഒന്നുമില്ല. വി ആർ സ്റ്റിൽ പ്ലേയിങ് ഇൻ ഹൺഡ്രഡ്സ് ആൻഡ് തൗസൻഡ്സ്. നമുക്ക് ഒരാളുടെ ലൈഫിനെ ട്രാൻസ്ഫോം ചെയ്യാൻ പറ്റിയാൽ ദാറ്റ്സ് ഇറ്റ്. അത്രേ ഞാനിവിടെ ഉദ്ദേശിക്കുന്നുള്ളൂ. എല്ലാവർക്കും കുപ്പി കളക്ട് ചെയ്ത് ഹോംലെസ്സിനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല. ചിലർ അവരുടെ ചിലർ ചർച്ചിൽ പോകുന്നവരാണെങ്കിൽ അവർ 10% തൈത്ത് കൊടുക്കും എന്ന് പറയും. ചിലരല്ലാതെ അവരുടെ സാലറിയുടെ ഒരു സർട്ടൺ പെർസെൻറ്റേജ് ഒരു കൊച്ചിനെ പഠിപ്പിക്കുന്നവർ കാണും. ചിലരല്ലാതെ ചാരിറ്റി വർക്കിന് വേണ്ടി മാത്രം ജീവിതം ഒഴിഞ്ഞു വെച്ചവരുണ്ട്. അങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ട്. അപ്പം ഒരിക്കലും ചിലർക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്ന തരത്തിൽ. പക്ഷേ ഈ പറഞ്ഞ പോലെ നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യങ്ങൾ നിങ്ങൾക്ക് നിങ്ങളുടെ പാർട്ട് ചെയ്യാം. വിശന്നിരിക്കുന്നതിന് ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കുന്നതിനേക്കാൾ വലുതായിട്ടൊന്നും തന്നെ ഇല്ല. അതെ 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 തീർച്ചയായിട്ടും. അതുപോലെ തന്നെ ചാരിറ്റിക്ക് വേണ്ടി നമ്മൾ ഡൊണേറ്റ് ചെയ്യുമ്പോൾ അത് ടാക്സ് ഫ്രീ ആണല്ലേ? അത് എങ്ങനെയാണ് അത് വർക്ക് ചെയ്യുന്നത്? അത് ഈ എല്ലാ ചാരിറ്റി വർക്കും രജിസ്റ്റേർഡ് ആണോ ATO ടാക്സ് ഫ്രീ ആവാൻ വേണ്ടിയിട്ട്? അല്ലെങ്കിൽ അത് എങ്ങനെയാണ് അതിന്റെ ഒരു സാധാരണ ഒരാൾക്ക് ചാരിറ്റി ചെയ്യണമെന്ന് തോന്നുമ്പോൾ ഈ ചെയ്യാൻ പോകുന്ന കമ്പനിക്ക് വേണ്ടി ഞാൻ ചാരിറ്റി ചെയ്താൽ ടാക്സ് ക്ലിയറൻസ് ഉണ്ടാകുമോ എന്നെങ്ങനെയാണ് ഒരാൾക്ക് ഐഡിയ കിട്ടുന്നത്? എപ്പോഴും ചാരിറ്റിയിൽ ഇപ്പം നിങ്ങൾക്ക് ഒരാൾക്ക് തുടങ്ങണമെങ്കിൽ പോലും നിങ്ങൾക്ക് തുടങ്ങാം. പക്ഷേ ഇതിനകത്ത് ലീഗലായിട്ടുള്ള ഒത്തിരി കാര്യങ്ങളുണ്ട്. ഒന്ന് പറഞ്ഞ് നിങ്ങൾക്കൊരു ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് വേണം. 2 നിങ്ങൾക്കൊരു കോൺസ്റ്റിറ്റ്യൂഷൻ വേണം. ആ കോൺസ്റ്റിറ്റ്യൂഷനിൽ എന്ത് പറഞ്ഞിരിക്കുന്നോ അതേ നിങ്ങൾക്ക് ചെയ്യാൻ പെർമിഷൻ ഉള്ളൂ. ഇപ്പോൾ ഫോർ ഇൻസ്റ്റൻസ് എനിക്ക് ഹോംലെസ്സിനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഹോംലെസ്സോ അല്ലെങ്കിൽ സൈലൻറ്റ് ഹോംലെസ്സിലായിട്ടുള്ള ആൾക്കാർ, അല്ലെങ്കിൽ someone who is about to experience homeless, അങ്ങനെയുള്ളവരെ മാത്രമേ എനിക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റൂ. അത് തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഹോംലെസ്നെസ് സൈലന്റ് ഹോംലെസ് എന്ന് പറയുന്ന ഒരു വലിയ ടെർമിനോളജി. ആക്ച്വലി ഞാൻ കോവിഡ് ടൈമിലാണ് ഞാൻ ഇത് ആദ്യമായിട്ട് കേൾക്കുന്നത്. ഫ്ലിൻഡേഴ്സ് യൂണിയിൽ ഒരു ലെക്ചർ സംസാരിക്കുന്നത് ഞാനിങ്ങനെ ഒരു പോഡ്കാസ്റ്റിൽ കേട്ടപ്പോൾ അവർ പറയുവാണ്, യു നോ എനിത്തിങ് അബൌട്ട് സൈലന്റ് ഹോംലെസ്നെസ്. അപ്പം ഞാനിങ്ങനെ എന്താണ് ഫോർ ഇൻസ്റ്റൻസ് ഇപ്പം നമ്മൾ 3 പേര് ഇവിടെ സംസാരിക്കുന്നു. വി ഹാഡ് എ ഗുഡ് ടൈം, സോ വി ഹാവിങ് എ ജോയ് ടോക്സ്. ഈ വീട്ടിൽ ഇപ്പോൾ ഫോർ ഇൻസ്റ്റൻസ് ജോസഫ് തന്നെ ഇരിക്കുമെന്ന് എഴുതാം. ജോസഫിൻ്റെ വൈഫ് ഇവിടെ ഇല്ല, കുഞ്ഞിവിടെ ഇല്ല, അമ്മയില്ല, ആരുമില്ല, ഞങ്ങളാരുമില്ല. ജോസഫ് ഒരു വർഷമായിട്ട് ഈ വീട്ടിൽ തന്നെ ജീവിക്കുന്നു. കോൾസിൽ പോകുന്നു, കമ്മിങ് ബാക്ക്, ഈറ്റിംഗ് ഫുഡ്, ഗോയിങ് ഫോർ വർക്ക്, കമ്മിങ് ബാക്ക്. തിങ്ക് അബൌട്ട് ദാറ്റ് ലൈഫ്. ഇത് സോളിറ്ററി കൺഫൈൻമെന്റ് എന്ന് പറയും. അതായത് ഒരു മനുഷ്യൻ 7 ദിവസത്തിൽ കൂടുതലൊന്നും ആരോടും മിണ്ടായിരിക്കാൻ പറ്റത്തില്ല. ഒട്ടായി പോകും മനുഷ്യൻ. ഏറ്റവും വലിയ ക്രിമിനൽസിനെയൊക്കെ സോളിറ്ററി കൺഫൈൻമെന്റിലാണ് ഇട്ടിരിക്കുന്നത്. അതായത് അവൻ ആരോടും സംസാരിക്കാനില്ല, അവന് ബുക്ക് വായിക്കാനില്ല, TV കാണാനില്ല. ഒന്ന് ഓർത്തേ, ഇങ്ങനെ ഒരു ജീവിതം അവർക്ക് എന്ത് പറ്റിയെന്ന് പോലും നമുക്കറിയത്തില്ല. അവർ മരിച്ചു കഴിഞ്ഞിട്ട് മാസങ്ങൾ കഴിഞ്ഞായിരിക്കും അവർ അറിയുന്ന പോലും ഇങ്ങനെ ഒരാൾ മരിച്ചെന്ന്. കാരണം അവർക്ക് ആരുമായിട്ടും ബന്ധമില്ല. കാരണം ഈ നമ്മുടെ ഇപ്പോഴത്തെ ഒരു കറണ്ട് ലൈഫിൽ നമ്മളെല്ലാവരും ഒരു റാറ്റ് റേസിലാണ്, ഓട്ടമാണ് നമ്മളെല്ലാവരും. നമ്മുടെ തന്നെ കിങ്ഡം ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയുള്ള ഓട്ടമാണ്. ഇത് ആരുടെയും തെറ്റല്ല. ദാറ്റ്സ് ഹൗ ദ വേൾഡ് ഈസ് റണ്ണിങ്. അപ്പം ആ ഒരു സമയത്ത് നമ്മളെ ടേക്ക് കെയർ ചെയ്യാനില്ലാതെ നമ്മൾ ഒറ്റയ്ക്ക് ജീവിക്കുന്നതിനാണ് ഈ സൈലന്റ് ഹോംലെസ് എന്ന് പറയുന്നത്. പിന്നെ ഓസ്ട്രേലിയൻ മീഡിയയുടെ ഞാനിവിടെ കണ്ടതിൽ വെച്ച് ഏറ്റവും നല്ലൊരു കാര്യം മീഡിയ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇത്രയും വലിയ ട്രോമയായിട്ടുള്ള കാര്യങ്ങളൊന്നും ഇവർ ന്യൂസിൽ ഇടാറില്ല. കാരണം ഇത് ബാക്കിയുള്ളവർക്ക് ട്രോമറ്റൈസ്ഡ് ആവുമെന്ന് കരുതി. ശരിക്കും ഇവിടെ ഒത്തിരി ഡൊമസ്റ്റിക് വയലൻസ് നടക്കുന്നുണ്ട്, ഒത്തിരി
എന്താ പറയുന്നത്, സെക്ഷൽ അബ്യൂസ് നടക്കുന്നുണ്ട്, അസോൾട്ട് നടക്കുന്നുണ്ട്, പിന്നെ അതുപോലെ സൂയിസൈഡ് ഒത്തിരി നടക്കുന്നുണ്ട്. വെരി ഹൈ ആണ് ആക്ച്വലി ഇതിൻ്റെ. ഇപ്പോൾ എൻ്റെ ജോലിയുടെ ഭാഗമായിട്ട് അതെനിക്കറിയാം. അപ്പോൾ ഈ സൈലൻറ്റ് ഹോംലെസ് എന്ന് പറയുന്ന ആൾക്കാർ കടന്നു പോകുന്ന അവസ്ഥ ഒരു വല്ലാത്ത അവസ്ഥയാണ്. ഇപ്പോൾ പ്രേക്ഷകർ കേൾക്കുന്നവരോട് തന്നെ ഞാൻ പറയാം, നിങ്ങളൊന്ന് ഓർത്തയോ, ആരുമില്ല സംസാരിക്കാൻ. ഒരാഴ്ചയോ കഴിയുമ്പോൾ നിങ്ങളുടെ ലൈഫ് എന്താവും നിങ്ങളൊന്ന് ചിന്തിച്ചേ. അപ്പോൾ ആ ഒരു ഹോംലെസ്നെസ്സിനെ പറ്റി ആരും ഇവിടെ സംസാരിക്കുന്നില്ല. ഇവർ സ്റ്റാറ്റ്സിലില്ല. ഇവരെ സംബന്ധിച്ച് ഓസ്ട്രേലിയൻ ഗവൺമെൻറ്റിനെ സംബന്ധിച്ചോളം എനിവൺ അണ്ടർ ദ റൂഫ് ഈസ് നോട്ട് ഹോംലെസ്. റൂഫ് ഇല്ലാത്തവ മാത്രമേ ഉള്ളൂ ഹോംലെസ് എന്ന് പറയുന്നത്. ദാറ്റ്സ് നോട്ട് റൈറ്റ്. ഇവരെയാണ് ശരിക്കും നമ്മൾ ടേക്ക് കെയർ ചെയ്യേണ്ടത്. ഒരു ഫോൺ കോളിൽ നമുക്ക് ഒരാളുടെ ജീവൻ രക്ഷിക്കാൻ പറ്റും. നമ്മളൊന്ന് വിളിക്കുമല്ലോ യാദൃച്ഛികമായിട്ട്, ഡ്യൂട്ടി ഓഫ് കെയർ. നമ്മൾ ഒരാളെ ഫോൺ അളിയാ നിന്റെ ഫോൺ താങ്ക്സ് ആ വിളിച്ചു, ഞാൻ വല്ലാത്തൊരു സിറ്റുവേഷൻ. നമുക്ക് അങ്ങനെ ഒത്തിരി സുഹൃത്തുക്കളുണ്ട്. നമുക്ക് എല്ലാവരും ലൈഫിലും. അപ്പോൾ ഈ സൈലന്റ് ആയിട്ടുള്ള ഹോംലെസ് ഉള്ള ആൾക്കാരെ ഇവരെ എങ്ങനെ നമ്മൾ ആസ് എ ചാരിറ്റി ഓർഗനൈസേഷൻ്റെ ഡയറക്ടർ അല്ലെങ്കിൽ ഫൗണ്ടർ എന്ന നിലയ്ക്ക്, അതല്ലെങ്കിൽ ഇതിനകത്ത് വർക്ക് ചെയ്യുന്ന ഒരാളെന്ന നിലയ്ക്ക് എങ്ങനെയാണ് നമ്മൾ സൈലന്റ് ഹോംലെസ് ആയിട്ടുള്ള ആൾക്കാരെ നമ്മൾ കണ്ടുപിടിക്കുന്നത്? ഡാറ്റാബേസ് ആണ് എല്ലാം. പിന്നെ ഈ പറയുന്ന പോലെ ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ചാരിറ്റിക്ക് ഫേസ്ബുക്ക് മാത്രമേ ഉള്ളൂ. നമ്മൾ ഫേസ്ബുക്കിൽ ഇങ്ങനെ ആഡ്സ് ഇടയ്ക്കിടും. ആരെല്ലാം സപ്പോർട്ട് വേണോ, ഫുഡ് കിറ്റ്സ് വേണോ, ആരെല്ലാം വിഷമത്തിൽ കടന്നു പോകുന്നവരുണ്ടോ, സ്ട്രഗിളിങ് ആയിട്ടുള്ളവരുണ്ടോ. ഇപ്പോൾ മസ്റ്റർഡ് സീഡ് എന്ന് പറയുന്നത് ഞങ്ങളുടെ ചാരിറ്റി ഒത്തിരി പ്രൊജക്ട്സ് ചെയ്യുന്നില്ല. നമ്മൾ തുടക്കം തൊട്ടേ ഫോക്കസ് ചെയ്യുന്നൊരു കാര്യമുണ്ട്, ഫുഡ് കിറ്റ്സ്. കാരണം ഇപ്പോൾ കോസ്റ്റ് ഓഫ് ലിവിങ് കൂടിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഒരാൾക്ക് ഒരു നേരത്തെ ഫുഡ് കിറ്റ്സ് കൊടുക്കുക, അതാണ് മെയിൻ ഫോക്കസ്. ക്ലോതിങ് കൊടുക്കുക, പിന്നെ ഫ്യൂവൽ വൗച്ചർ, അതൊക്കെ ഇപ്പോൾ ഭയങ്കര ഡിമാൻഡുള്ള കാര്യങ്ങളാണ്. ഫ്യൂവലിന് വില കൂടിയത്, ഫ്യൂവൽ വൗച്ചർ ഭയങ്കരമായിട്ട്. പിന്നെ നമുക്കൊരു കാഫേ ഉണ്ടായിരുന്നു, ഇതൊക്കെ നമുക്ക് സംസാരിക്കാം. പിന്നെ കോഫി വാൻ ഉണ്ട്. അപ്പം ബേസിക്കലി പ്രൊഡോമിനൻ്റ്ലി നമ്മൾ നോക്കുന്ന ബേസിക് നീഡ്സ് ഓഫ് എ ഹ്യൂമൻ ബീങ്, ഫുഡ്, വസ്ത്രം, വാട്ടർ. ഇതാണ് നമ്മൾ, അല്ലെങ്കിൽ ഫുഡ് ആൻഡ് ബെവറേജ് ആൻഡ് ക്ലോതിങ്. ഇത് മാത്രമാണ് നമ്മൾ മെയിൻലി ഫോക്കസ് ചെയ്യുന്നത്. ഇപ്പോൾ ഈ തണുപ്പത്ത് ഹോംലെസ്സിന് വേണ്ട ഏറ്റവും അത്യാവശ്യമുള്ളത് ഫുഡും ആൻഡ് സ്ലീപ്പിംഗ് ബാഗ്സ്. വാം ടൈമിൽ ഹോംലെസ്സിന് ഏറ്റവും കൂടുതൽ വേണ്ടത് ഫുഡും റീപ്ലനിഷ് ചെയ്യാനുള്ള ഫ്ലൂയിഡ്സുമാണ്. ഇത് ഏറ്റവും കൂടുതൽ അനുഭവിച്ചിരിക്കുന്ന എപ്പോഴാണെന്ന് ചോദിച്ചാൽ, എന്നെ കേൾക്കുന്നവർക്ക് അറിയാം, കോവിഡ് ടൈമിൽ ഫസ്റ്റ് ഇയർ ആയിട്ട് വന്ന സ്റ്റുഡൻസ് എല്ലാം നല്ലതായിട്ട് സൈലന്റ് ഹോംലെസ് അനുഭവിച്ചവരാണ്. കാരണം ജോസഫിനാണെങ്കിലും അറിയാം, ആ സമയത്ത് മസ്റ്റർഡ് സീഡിൻ്റെ പേര് ഫ്ലിൻഡേഴ്സ് യൂണിവേഴ്സിറ്റിയിലും പല യൂണിവേഴ്സിറ്റികളിലും ഞങ്ങളുടെ പേരുണ്ടായിരുന്നു, ഞാൻ പോലും അറിയാതെ. കാരണം ഞങ്ങളന്ന് ഇത് ചെയ്യുമായിരുന്നു, ഹോം ഡെലിവറി, കോണ്ടാക്ട്ലെസ് ഹോം ഡെലിവറി ചെയ്യുന്ന ഫസ്റ്റ് പേര് മസ്റ്റർഡ് സീഡ് ഫാമിലി പ്രോജക്റ്റ്. ഞാൻ 400 സ്റ്റുഡൻസിനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ആ കോവിഡ് ടൈമിൽ. ഇന്നവരൊക്കെ വലിയ ആൾക്കാരായി, പക്ഷെ പലരെയും ഞാൻ പണി കാണും, ചേട്ടാ അന്ന് ചേട്ടൻ എനിക്കൊരു ഫുഡ് കിറ്റ് ഒക്കെ എനിക്ക് ഒരു വലിയ ഗ്യാങ്ങിനെ ഉണ്ടായിരുന്നു ഇവിടെ. ഒത്തിരി പേരുണ്ട്, അവരെയൊക്കെ ഞാൻ ഈ സമയത്ത് ഞാൻ ഓർക്കും. ചിലരെ കാണുമ്പോൾ അവർ പറഞ്ഞു, ചേട്ടാ അന്ന് ചേട്ടൻ എനിക്ക് ഫുഡ് കിറ്റ് ഒക്കെ തന്നായിരുന്നു. ഞാൻ ഓക്കെ. എനിക്കൊന്ന് അതുവഴിയാണോ സിറ്റിസൺ ഓഫ് ദ ഇയർ സാലിസ്ബറി കൗൺസിലിന്റെ ആ ഒരു അവാർഡ്, യെസ്, ആ ഒരു അംഗീകാരത്തിന് ചേട്ടൻ അർഹനായത് ആ ഒരു ടൈമിലെ പ്രവർത്തനം വഴിയായിരുന്നു? കൊളാട്സ് ആൻഡ് അവാർഡ്സ് ഈസ് ഓൾവേസ് എ പാർട്ട് ഓഫ് ചാരിറ്റി വർക്ക് എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ മെയിൻലി 2021 പ്രോജക്റ്റ് കെയിം ഇൻ ദ ന്യൂസ് പേപ്പർ. ഇവിടുത്തെ സൺഡേ മെയിൽ ന്യൂസ് പേപ്പർ വന്നായിരുന്നു. പിന്നെ ABC ന്യൂസിലെ പീറ്റർ ഗോയേഴ്സ് എന്നുമായിട്ട് ഞാൻ ഇൻ്റർവ്യൂ നടത്തിയായിരുന്നു. 2022 ഞാനൊരു കഫേ സ്റ്റാർട്ട് ചെയ്തു, പെയ്ഡ് ഫോർ യു കഫേ ഇംഗ്ലഫാമിൽ. അതിന് സൗത്ത് ഓസ്ട്രേലിയൻ ഗവൺമെൻറ്റിൻ്റെ അവാർഡ് നമ്മൾ വിൻ ചെയ്തത്, വോളണ്ടിയർ അവാർഡ്സ്. അതെല്ലാം കൂടെ വെച്ച് കിട്ടിയപ്പോൾ ഓഫ് കോഴ്സ്, സോ ആസ് എ ലിവിങ് ഇൻ സോൾസ്ബറി റെസിഡൻ്റ് എന്ന നിലയിൽ എനിക്ക് തോന്നുന്നു കൗൺസിൽ തന്നെ അത് പ്രൊമോട്ട് ചെയ്ത് നമുക്ക് സിറ്റിസൺ ഓഫ് ദി ഇയർ തരുമായിരുന്നു. ഈ സിറ്റിസൺ ഓഫ് ദി ഇയറിന്റെ മാനദണ്ഡങ്ങൾ എന്തൊക്കെയാണ്, അതിന്റെ കൺസ്ട്രെയിൻസ് എന്തൊക്കെയാണ്? സിറ്റിസൺ ഓഫ് ദി ഇയർ ഞാൻ പിന്നെ അതിന് ശേഷം ജഡ്ജിങ് പാനൽ ഉള്ളതുകൊണ്ട് പറയുകയാണ്, നമ്മളൊരു പർട്ടിക്കുലർ ഏരിയയിൽ നമ്മൾ, ഇറ്റ് കുഡ് ബി ചാരിറ്റി എന്ന് മാത്രമല്ല കേട്ടോ, ലൈക്ക് യു കുഡ് ബി എൻ എഞ്ചിനീയർ, ലൈക്ക് യു ആർ ഡൂയിങ് സംതിങ് ബിഗ് ഫോർ ദ കമ്മ്യൂണിറ്റി, അല്ലെങ്കിൽ പുതിയൊരു അസ്ട്രോണറ്റ്, അവരൊക്കെയാണല്ലോ ഇത്തവണത്തെ സിറ്റിസൺ ഓഫ് ദ ഇയർ ഓസ്ട്രേലിയൻ ആയത്. അല്ലെങ്കിൽ സംതിങ് യു ആർ ഡൂയിങ് ബാക്ക് ടു ദ കമ്മ്യൂണിറ്റി. ഇത് എപ്പോഴും ബാക്ക് ടു ദ കമ്മ്യൂണിറ്റിയാണ് ഇത് എപ്പോഴും അതിൻ്റെ മാനദണ്ഡം. അതായത് നമ്മളത് ചെയ്യുന്ന എന്തിനാണ്, അതിന് എത്ര പേർക്ക് ഇമ്പാക്റ്റ് ഉണ്ട്. ഓസ്ട്രേലിയ ഈസ് ഓൾവേസ് അബൌട്ട് മെഷറബിൾ, എങ്ങനെ എത്ര പേരെ സപ്പോർട്ട് ചെയ്തു എന്നുള്ളത് ഒരു സ്റ്റാറ്റ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഫോർ ഇൻസ്റ്റൻസ് പറയുകയാണെങ്കിൽ മസ്റ്റർഡ് സീഡ് സോഫാർ ഒരു 15,000 ആൾക്കാർക്ക് തന്നെ ഫ്രീ കോഫി തന്നെ കൊടുത്തിട്ടുണ്ട്. പിന്നെ
കഫേയിലാണെങ്കിൽ പോലും 5,000 ആൾക്കാർക്ക് ഫ്രീ ഫുഡ് കൊടുത്തിട്ടുണ്ട്. ഉം. 5,000+ ആൾക്കാർക്ക് ഫുഡ് കിറ്റ്സ് കൊടുത്തിട്ടുണ്ട്. ഉം. സിറ്റ് ഡൗൺ ലഞ്ച് കൊടുത്തിട്ടുണ്ട് ഹോംലെസ്സിനൊക്കെ. അതൊക്കെ ഒന്നൊരു വലിയ സംഭവം ആക്ച്വലി. ഞങ്ങൾ ഈ ജൂലൈ 26 പാരാ ഹിൽസ് കമ്മ്യൂണിറ്റി ക്ലബ്ബിൽ 100 ഹോംലെസ്സിന് സിറ്റ് ഡൗൺ ലഞ്ചാണ് കൊടുക്കുന്നത്. ബഫേ സിറ്റ് ഡൗൺ സെർവ് ചെയ്ത് കൊടുക്കുന്ന ഓ ശരി. ഇതാണ്. അതിനകത്ത് സെർവ് ചെയ്യുന്നത് ഇവിടുത്തെ മിനിസ്റ്റേഴ്സ് MP-മാരുമാണ്. അതായത് അത് നമ്മളിപ്പോഴും ചെയ്യുന്നത് വളരെ ഭയങ്കര ടാഞ്ചിബിളും എന്നാൽ വളരെ വ്യത്യസ്തമായിട്ടുള്ള പ്രൊജക്ട്സ്. അഡ്ലൈഡിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു പ്രസ്ഥാനമാണ് മസ്റ്റർഡ് സീഡ്. മസ്റ്റർഡ് സീഡിന് WA ഒരു വിങ് ഉണ്ട്, വെസ്റ്റേൺ ഓസ്ട്രേലിയയിൽ ഒരു വിങ് ഉണ്ട്, മെൽബണിൽ ഒരു വിങ് ഉണ്ട്. പക്ഷേ വി ആർ ഡൂയിങ് വെരി ഗ്രാസ് റൂട്ട് ദയർ. ബേസിക് ആയിട്ട് സപ്പോർട്ടിങ് മാത്രമേ നമ്മൾ ചെയ്യാറുള്ളൂ. ഈ പേര് പറഞ്ഞിരിക്കുന്ന പോലെ കടുകുമണി ആണെങ്കിലും ഒരു വലിയൊരു മരമായി മാറാൻ പോകുന്ന എക്സാക്ട്ലി അതാണ് സ്ക്രിപ്ചറിൽ നിന്ന് തന്നെ കിട്ടിയതാണ്. മസ്റ്റർഡ് സീഡ് ഇസ് കമ്പയർഡ് ആസ് ദി tiniest of the tiniest seed. When it grows, it becomes a bigger tree. അതുപോലെ 10 cents എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു എല്ലാ മലയാളികളും എനിക്ക് 10 cents തരും. ഓക്കെ, ഇവിടുത്തെ എല്ലാ മലയാളികളും എനിക്ക് 10 cents തന്നാൽ എനിക്ക് ആക്ച്വലി ഒത്തിരി കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അപ്പോൾ അതാണ് ഈ മസ്റ്റർഡ് സീഡ് ഫാമിലി പ്രോജക്ട്. ഫാമിലി ഈസ് കോൾഡ് ആസ് എ കിങ്ഡം അല്ലെങ്കിൽ ഹ്യൂമാനിറ്റി. പ്രോജക്റ്റ് ഈസ് ടു ഇമ്പാക്ട് ദ വേൾഡ്. സോ ദ മസ്റ്റർഡ് സീഡ് ഫാമിലി പ്രോജക്ട് ആണ്. ചേട്ടൻ്റെ ട്രജക്ടറി നോക്കുവാണെങ്കിൽ ആദ്യം മസ്റ്റർഡ് സീഡ് ഫാമിലി പ്രൊജക്ട് വന്നു, അതിനുശേഷം പെയ്ഡ് ഫോർ യു കഫേ വന്നു. ആ പെയ്ഡ് ഫോർ യു കഫേ എന്ന് പറയുന്നത് ഞാൻ കൊടുക്കുന്ന കോഫിയുടെ പൈസക്ക് വേറൊരാൾക്ക് കോഫി കിട്ടും, അങ്ങനെയല്ലേ? അതെ, പെയ്ഡ് ഫോർ യു എന്ന് പറയുന്നത് യുവർ മീൽ ഈസ് പെയ്ഡ് ബൈ സമ്മൺ എൽസ്. നീ കഴിക്കുന്ന ഫുഡിന് വേണ്ടി വേറൊരാൾ നിനക്ക് പേ ചെയ്തു. നിനക്ക് കാശ് തരാൻ പറ്റുമോ ഇല്ലെങ്കിലും ഡസൻറ്റ് മാറ്റർ ടു അസ്. അതിന്റെ ഒപ്പം തന്നെ കോഫി വാൻ അല്ലേ? ലാത്തെ ഫോർ യു. ലാത്തെ ഫോർ യു, യെസ്. അതെങ്ങനെയാണ് അതിന്റെ ഫംഗ്ഷനിങ്? അത് നമ്മൾക്ക് എന്തെങ്കിലും ഡെസിഗ്നേറ്റഡ് റൂട്ട് ഉണ്ടോ? അതെയോ നമ്മൾ എവറി ഡേയോ അത് ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ടോ? ഫുൾ ടൈം ജോബാണ് എൻ്റെ ജോലി. നിങ്ങൾക്ക് അറിയാവുന്നതെന്ന് അറിയത്തില്ല. ഞാൻ ഒരു ടിക്കറ്റ് ഇൻസ്പെക്ടറാണ് ട്രാംസിൻ്റെ, അഡ്ലൈഡ് മെട്രോയുടെ. എന്ന് വെച്ചാൽ ഇപ്പോൾ എന്നെ കാണുന്നവർ ആരവിടെ ഒന്ന് എന്നോട് പേര് പറഞ്ഞാൽ ടിക്കറ്റ് ഇല്ലെങ്കിൽ നിങ്ങൾക്കെല്ലാം ഞാൻ എഴുതുന്നതായിരിക്കും. ഫൈൻ. ഓക്കെ, ഫൈൻ എഴുതുന്നതായിരിക്കും. മുഖം നോക്കാതെ ആളാണ് ഞാൻ. ലാത്തെ ഫോയിന് ഒത്തിരി ഹോംലെസ്സിന് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഫ്രീ ആയിട്ട് ഹോംലെസ്സിനെല്ലാം ഫ്രീ കോഫി കിട്ടും. അല്ലാതെ ഫണ്ട് റൈസിങ്ങിന് നമ്മൾ ലാത്തെ ഫോയ് യൂസ് ചെയ്യും. എനിക്കും അല്ലാതെ 2-3 വോളണ്ടിയേഴ്സ് ഉണ്ട് അതിനകത്ത്. അവരെല്ലാം സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി വരും. ഒരു ചെറിയൊരു തുകയിൽ നിന്ന് ഇത്രയും വലിയൊരു ചാരിറ്റി പ്രവർത്തനം നടത്താമെന്ന് ഈ ഒരു ഐഡിയ മുന്നോട്ട് വെച്ചപ്പം പെട്ടെന്ന് ഒരാൾ ചിന്തിച്ചാൽ, ഇപ്പം ഞാനിപ്പോൾ ആണെങ്കിൽ പോയി എൻ്റെ വീട്ടിൽ പറഞ്ഞാൽ ചിലപ്പോൾ എനിക്കറിയത്തില്ല എങ്ങനെ റെസ്പോണ്ട് ചെയ്യുമെന്ന്. അല്ലെങ്കിൽ നമ്മൾ വേറെ ആളോട് പറഞ്ഞാൽ ഈ ഒരു ഐഡിയ പുൾ ഔട്ട് ചെയ്യാനായിട്ട് കുറച്ച് പാടാണ്. അപ്പം എങ്ങനെ ഫാമിലിയെ കൺവിൻസ് ചെയ്ത്, അല്ലെങ്കിൽ ചേട്ടന് ഇങ്ങനെ ഒരു ഐഡിയ വന്നപ്പോൾ ഫാമിലിയിൽ നിന്ന് എത്രമാത്രം സപ്പോർട്ട് ഉണ്ടായിരുന്നു? കുറച്ചുകൂടി സിമ്പിൾ ആയിട്ട് ആയിരിക്കും. 8 മണിക്കൂർ ജോലി കഴിഞ്ഞ് ചേട്ടൻ കുടുംബത്തെ നോക്കി കഴിഞ്ഞ് ചേട്ടൻ ഈ 10 cents ബോട്ടിൽ കളക്ട് ചെയ്യാൻ പോകുന്നു എന്ന് വൈഫിന്റെ അടുത്ത് പറയുമ്പോൾ വൈഫിന്റെ മുഖത്തുള്ള എക്സ്പ്രഷൻ? 2019 ഇത് ആദ്യം എൻകൗണ്ടർ ഉണ്ടായിട്ട് ഞാൻ അന്ന് അന്താളിച്ചു, ഇതെങ്ങനെ വീട്ടിൽ പറയും. ഞാൻ എൻ്റെ ഭാര്യയോട് പറഞ്ഞു നമുക്ക് 10 cents ബോട്ടിൽ കളക്ട് ചെയ്തായിരുന്നു. സത്യം പറഞ്ഞാൽ എന്നെ ഞെട്ടിക്കുന്ന രീതിയിലായിരുന്നു. എൻ്റെ മോളും വൈഫും പറഞ്ഞു നമുക്ക് പോയി കളക്ട് ചെയ്യാം, നമുക്ക് കളക്ട് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ ഇനിഷ്യൽ ഫോട്ടോസിലൊക്കെ ഫേസ്ബുക്കിൽ നോക്കുവാണെങ്കിൽ ഞങ്ങളൊരു ഫാമിലി, ഇപ്പം ജോയ് ടോക്സ് നടത്തുന്നു, ഫാമിലി ട്രിപ്പായിരുന്നു. ഞങ്ങൾ വണ്ടിയിൽ പോകുന്നു, ഞങ്ങളുടെ അടുത്ത് നിർത്തുന്നു, കുപ്പികൾ കളക്ട് ചെയ്യുന്നു, വണ്ടിയിലെടുത്ത് വെക്കുന്നു. ഞാൻ പറഞ്ഞു എനിക്ക് വലിയ ബുദ്ധിമുട്ടായത്. കാരണം ഞാൻ അഡ്ലൈഡ് എയർപോർട്ടിൻ്റെ ഹോട്ടൽസ് റെസ്റ്റോറൻറ്റ്സിൻ്റെ എയർപോർട്ട് ഓപ്പറേഷൻസ് മാനേജർ, ബിസിനസ് മാനേജർ. അപ്പം ഞാൻ വളരെ ബുദ്ധിമുട്ടിയാണ്. പ്രത്യേകിച്ച് ഞാൻ അന്ന് ഒരു പാത്ത് ഫൈൻഡർ ആയിരുന്നു എനിക്ക്. അപ്പം ഞാൻ ഈ പാത്ത് ഫൈൻഡറൊക്കെ കൊണ്ട്, നിങ്ങളൊന്ന് ഓർത്തത്, പാത്ത് ഫൈൻഡറൊക്കെ കൊണ്ടുവന്ന് ബിന്നിൻ്റെ സൈഡിൽ നിർത്തിയിട്ട് കുപ്പിയൊക്കെ കളക്ട് ചെയ്യുന്നു. ഞാനന്നൊക്കെ മുഖം മറച്ചാണ് ചെയ്തത്. പക്ഷെ എൻ്റെ മോളും വൈഫും ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. നമുക്ക് കുപ്പി ഉറക്കാം. യെസ്, എനിക്കൊന്ന് അന്ന് വേറൊരു ചാരിറ്റി ആളുണ്ടായിരുന്നെങ്കിൽ ചേട്ടൻ ഒരുപക്ഷെ ഹോംലെസ് ആണെന്ന് വിചാരിച്ച് ചിലപ്പോൾ ഹെൽപ്പ് ചെയ്യാൻ പറ്റും. അതിനേക്കാൾ ഉപരി എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് വെച്ചാൽ, നമ്മളൊരു കാര്യത്തിന് പാഷനായിട്ട് ഇറങ്ങുമ്പോൾ നമ്മുടെ മൈൻഡ് സെറ്റ് ഭയങ്കര ഹാപ്പിയാണ്. അപ്പം എനിക്ക് തോന്നുന്നു ആ സമയത്ത് ഞങ്ങൾ ഒത്തിരി സംസാരിക്കുമായിരുന്നു. ഞാനും വൈഫും കൊച്ചും സംസാരിച്ചുകൊണ്ട് ഡ്രൈവ് ചെയ്ത് ഇങ്ങനെ ഞങ്ങൾ പോയി ഇങ്ങനെ പലയിടത്തു നിന്നും കുപ്പി കളക്ട് ചെയ്തിട്ട് ഞങ്ങൾ കളക്ട് ചെയ്തതുകൊണ്ട് ഡെപ്പോയിൽ കൊടുത്തിട്ട് അത് ഞങ്ങളുടെ ചാരിറ്റിയിലോട്ട് ഞങ്ങൾ ഡൊണേറ്റ് ചെയ്യും. കമ്മ്യൂണിറ്റിയിലോട്ട് സർവീസ് കൊടുക്കുന്ന അല്ലെങ്കിൽ കമ്മ്യൂണിറ്റിക്ക് വേണ്ടി വർക്ക് ചെയ്യുന്ന എല്ലാവർക്കും ഉണ്ടാകാവുന്ന ഒരു നഷ്ടമാണ് ഫാമിലി. ഇപ്പം നമ്മുടെ പൊളിറ്റീഷ്യൻസിൻ്റെ കാര്യം പറയുമ്പോൾ പ്രത്യേകിച്ച് നമുക്കറിയാം, അവർ സൊസൈറ്റിക്ക് വേണ്ടി കമ്മ്യൂണിറ്റിക്ക് വേണ്ടി വർക്ക് ചെയ്തു. പക്ഷേ ഇൻ റിട്ടേണിൽ അവർക്ക് നഷ്ടപ്പെട്ടത് അവരുടെ കുട്ടികളുടെ ഒപ്പം ചിലവഴിക്കേണ്ട ഒരു സമയമൊക്കെ ആയിരുന്നു. അപ്പൊ അത് അങ്ങനെ ഒരു സാഹചര്യത്തിൽ കൂടെ തന്നെയാണ് ഈ ചാരിറ്റി ചെയ്തപ്പോൾ ഞാൻ എക്സാക്ട്ലി അങ്ങനെ കടന്നു പോയിട്ടുണ്ട്. ഞാൻ അതുകൊണ്ട് തന്നെ ഒത്തിരി അറ്റാച്ച്മെന്റ് നമ്മുടെ പോയിട്ടുണ്ട്. പക്ഷെ ഐ എം ട്രൈങ് ടു മാനേജ്. ഒരു 5 വർഷത്തിന് ശേഷം അതല്ലെങ്കിൽ ഈ മസ്റ്റാർഡ് സീഡ് ഫാമിലി പ്രൊജക്ടിന്റെ ഫ്യൂച്ചർ ചേട്ടൻ എന്താണ് അത് കാണുന്നത്?
വാട്ട് യു സീ ആഫ്റ്റർ 5 years? 5 years കൂടെ കഴിയുമ്പോൾ ഇവിടുത്തെ ഹോംലെസ്നെസ് ഡബിൾ ആകും ഉം. ഫോർ ഷുവർ. ഉം. ഈ ഒരു അവസ്ഥയിൽ പോയി കഴിഞ്ഞാൽ എനിക്കറിയത്തില്ല എന്താവും ഓസ്ട്രേലിയയുടെ അവസ്ഥ. നമ്മളെല്ലാവരും ഇതിനെപ്പറ്റി ഡിസ്കഷൻ നടക്കുന്നു. സോ മസ്റ്റർഡ് സീഡിൻ്റെ എന്ന് പറഞ്ഞാൽ പ്രൈമറി ഫോക്കസ് എന്ന് പറയുന്നത് ഫുഡും ക്ലോതിങ്ങും ആണെങ്കിലും വി ആർ ഡൂയിങ് സംതിങ് യുണീക്ക്. അടുത്ത് നമ്മുടെ പ്രോജക്റ്റ് പൈലറ്റ് ചെയ്യുന്നത് ഷവർ വാൻ, ഫ്രീ ഹെയർ കട്ട് ആൻഡ് ഷവർ വാൻ ഫോർ ഹോംലെസ്. ഫ്രീ ഹെയർ കട്ടും ഷവറും കൂടെ കൊടുക്കാവുന്ന ഹോംലെസ്സിന് വേണ്ടിയുള്ള ഷവർ വാൻ, അത് പൈലറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അടുത്ത പ്രോജക്റ്റ് എന്ന് പറഞ്ഞാൽ കണ്ടെയ്നർ ഹോംസ്, ഷിപ്പിംഗ് കണ്ടെയ്നർ നമ്മൾ വീടുകൾ മോഡുലാർ വീടുകളാക്കിയതിന് ശേഷം ടൈനി ഹോംസ് പോലെ. ടൈനി ഹോംസ് ഓക്കെ. നമ്മൾ സെയിം പ്രൊജക്ട് അത് ആക്ച്വലി റെഡിയാ, പൈലറ്റ് ചെയ്തിട്ട് ഇവിടെ ഉണ്ട്, സോൾസ്ബറിയിലുണ്ട്. വി ആർ പ്രൊപ്പോസിങ് ഇറ്റ് ടു ദ ഗവൺമെന്റ്. സോ അത് ഫൈനലൈസ്, ഇത് രണ്ടുമാണ് അടുത്ത 5 years നമ്മൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന രണ്ട് പ്രോജക്ട്സ്. അതാണ് വി ആർ ടോക്കിംഗ് ടു ദ ഗവൺമെന്റ്. സോ വി ഡൂയിങ് എ ലോട്ട് ഓഫ് ടോക്സ്. ഇപ്പൊ തന്നെ ചോദിച്ചാൽ ഇപ്പോൾ ഹൗസിംഗ് റൂൾസ് ഒക്കെ ഒത്തിരി മാറി. കഴിഞ്ഞ വർഷം അങ്ങനെയുള്ള അല്ല, ഈ വർഷം ദേ ആർ ഓൾ ഓപ്പൺ ഫോർ സോ മെനി തിങ്സ്. ഇപ്പം നമുക്ക് കൗൺസിലോ അല്ലെങ്കിൽ ഗവൺമെന്റോ ദേ നീഡ് ടു ഗിവ് സം ലാൻഡ്, അല്ലെങ്കിൽ വി നീഡ് ടു പാർട്ട്ണർ വിത്ത് അതർ ചാരിറ്റീസ്. വി വിൽ പ്രൊവൈഡ് ദം ദ ഹൗസിംഗ്, ദേ ക്യാൻ കം ആൻഡ് ലിവ് ദേർ. ഒരിക്കലെങ്കിലും ചേട്ടൻ മതിയെന്ന് തോന്നിയിട്ടുണ്ടോ? അതായത് ഇത്രയും സ്ട്രഗിളൊക്കെ ചെയ്ത് പലപ്പോഴും സെറ്റ് ബാക്സ് കിട്ടുമ്പോൾ ചേട്ടൻ ഓക്കെ മതി നിർത്താമെന്ന് തോന്നിയിട്ടുണ്ടോ? എല്ലാവർക്കും തോന്നത്തില്ലേ? നമ്മൾ തന്നെ വിചാരിക്കും നമ്മൾ വേറൊരാളെ കല്യാണം കഴിച്ചിരുന്നെങ്കിൽ എന്ന് ചിന്തിക്കുന്ന അവസരമുണ്ട്. അപ്പോഴാണ് അല്ല, ഇത് എല്ലാരും കാണുന്നുണ്ടെന്ന് പറഞ്ഞു. എന്റെ ഭാര്യയും കാണുന്നുള്ളെന്നുള്ള കാര്യം എനിക്ക് ഉറപ്പാണ്. നമ്മൾ പറയുന്ന പോലെ ഇത് ചാരിറ്റി ചെയ്ത് നമ്മളൊരു ഹോംലെസ് ആവേണ്ട ഒരു അവസ്ഥയിലോട്ട് പോകണ്ട. ചുരുണ്ട മുടിക്കാരൻ പറ എനിക്ക് നീളത്തിലുള്ള മുടി വേണം, വെളുത്തവൻ പറ എനിക്ക് കറക്കവൻ പറ എനിക്ക് വെളുക്കണം. നമ്മള് അപ്പൊ മതിയാൻ തോന്നുന്നുണ്ട്, ഒത്തിരി തവണ മതിയെന്ന് തോന്നുന്നുണ്ട്. കാരണം നമ്മള് ഇതെല്ലാം കൂടെ ഒരു ലൈഫല്ലേ ഉള്ളൂ, എല്ലാം ഓടിക്കണ്ടേ, ജോലി ചെയ്യണം, അതിൻ്റെ ഇടയ്ക്ക് മോർഗേജിന് ഇൻട്രസ്റ്റ് കൂടുന്നു, എല്ലാം നമ്മൾ ചെയ്യണം. നമുക്ക് പ്രഷറുണ്ട്, ഇല്ല എന്നല്ല. അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ഹെൽത്ത് നോക്കണം, അത് വലിയൊരു ഫാക്ടർ. ഹെൽത്ത് ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മുടെ ലൈഫ് സ്റ്റൈൽ ഞാനിവിടെ കണ്ടിട്ട് വെച്ചതിൽ പലരുടെയും ഹെൽത്തി ലൈഫ് സ്റ്റൈൽ അല്ല ഇവിടെ. അപ്പം അതിനൊക്കെ വെച്ച് നമ്മൾ മതിയാൻ തോന്നിയിട്ടുണ്ട്. പിന്നെ ആൾക്കാർ ചിലപ്പം നമ്മളോട് സംസാരിക്കാം, പിന്നെ അവന് ഇതൊക്കെ ഇങ്ങനെ പറയുമ്പോൾ നമുക്ക് സെറ്റ് ബാക്ക് ചെയ്യാറുണ്ട്, ഫേസ്ബുക്ക് കമന്റ്സ് വരാറുണ്ട്. അതാണ് ഞാൻ ഓർക്കുന്നത്. ഞാൻ ചേട്ടൻ ഒരുപാട് ഫോട്ടോസ് ഷെയർ ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലൊക്കെ ഭയങ്കര ആക്റ്റീവ് ആണ്. അപ്പം ചിലപ്പോൾ ആൾക്കാർ ഇങ്ങനെ ചാരിറ്റി പ്രവർത്തനം ചെയ്യുന്ന ആൾക്കാരെ പറ്റി പറയാറുണ്ട്, സ്വന്തമായിട്ട് ബ്രാൻഡ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ ഒരു പേരെടുക്കാനാണ്. ഇതിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ മറ്റ് പല കാര്യങ്ങൾക്ക് ഒരു പേഴ്സണൽ ഗെയിൻ ഉണ്ടെന്നൂടെ ആൾക്കാർ പലപ്പോഴും പറയാറുണ്ട്. പക്ഷേ അത് നമുക്ക് അങ്ങനത്തെ ചോദ്യങ്ങൾ നമുക്ക് ഒഴിവാക്കാൻ ഭയങ്കര പാടാണ്. കാരണം നമുക്ക് ഈ കാര്യങ്ങളൊക്കെ നമ്മൾ സോഷ്യൽ മീഡിയ ഷെയർ ചെയ്താലാണ് കൂടുതൽ ആൾക്കാർ ഇതിലേക്ക് വരത്തുള്ളൂ, കൂടുതൽ നമുക്ക് റിപ്പോർട്ടിങ്സ് കിട്ടത്തുള്ളൂ, നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. പക്ഷേ ഓൺ ദ സെയിം സൈഡിൽ ആൾക്കാർ ഇതിനെ കാണുന്നത് ചില പക്ഷേ ഇങ്ങനെ ഒരു ജഡ്ജ്മെന്റൽ ഫേസിലാണ്. അപ്പം അങ്ങനെയുള്ള ജഡ്ജ്മെന്റൽ ആയിട്ടുള്ള കമന്റ്സ് കിട്ടിയിട്ടുണ്ടോ? അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ആൾക്കാർ ഇങ്ങനെ ചോദിക്കുന്ന ആൾക്കാരോട് ചേട്ടൻ എന്താണ് പറയാനുള്ളത്? അങ്ങനെ ചോദിച്ചിട്ടുള്ളവരുണ്ട്, ഒത്തിരി പേര് ചോദിക്കുന്നവരുണ്ട്. ഇതിപ്പം പേഴ്സണൽ ഗെയിൻ ഉള്ളവർ ചോദിക്കുന്നവരുണ്ട്. എൻഡ് ഓഫ് ദി ഡേ ഇതിൻ്റെ ഒരു നമ്മൾ ഇതിനകത്ത് കൊടുക്കുന്ന സാക്രിഫൈസ് പലരും അറിയുന്നില്ല, അതുകൊണ്ടാണ്. പിന്നെ മസ്റ്റർഡ് സീഡ് എന്ന് പറയുന്നത് സമ്മൺ ഈസ് ഗിവിങ് മീ ബോട്ടിൽസ് ആൻഡ് ക്യാൻസ്. ഇപ്പോൾ ഫോർ ഇൻസ്റ്റൻസ് ജോസഫ് എനിക്ക് ഒരു 100 ബോട്ടിൽ തരുക. ജോസഫിനോട് എനിക്ക് ഈ ബോട്ടിൽ തന്നതിൻ്റെയും വീഡിയോ ഫോട്ടോ ഇടണം, നിങ്ങൾ ചാരിറ്റി ചെയ്തതിൻ്റെയും ഫോട്ടോ ഇടണം എന്ന് പറഞ്ഞാൽ ഞാൻ ഇതിനകത്ത് ശരിക്കും പറഞ്ഞ ഒരു മീഡിയേറ്റർ എന്ന് മാത്രമേ ഉള്ളൂ. മസ്റ്റർഡ് സീഡ് ജോസഫ് 100 ബോട്ടിൽസ് തരുമ്പോൾ ജോസഫിന് $10 ടാക്സ് ഡിഡക്റ്റബിലിറ്റി കിട്ടി. ദാറ്റ് ഈസ് യുവർ ബെനിഫിറ്റ്, ബട്ട് യു ആർ ഡൂയിങ് സംതിങ് റാദർ ദാൻ ത്രോയിങ് ഇറ്റ് ഓഫ്. അപ്പം ആ ബോട്ടിൽ എനിക്ക് കിട്ടുന്ന ആ $10 കൊണ്ട് ഐ എം മേക്കിംഗ് എ ഫുഡ് കിറ്റ്. ഒരു KFC പാക്ക് വാങ്ങിച്ച് ഞാനൊരു ഹോംലെസ്സിന് കൊടുക്കുമ്പോൾ ഞാൻ ഈ ഫോട്ടോ പോസ്റ്റ് ചെയ്യുന്നതിൻ്റെ അക്കൗണ്ടബിലിറ്റി ജോസഫിന് വേണ്ടിയാണ്. അതായത് വെറും 100 ക്യാൻ. അപ്പോൾ നിങ്ങളുടെ വീട്ടിലൊക്കെ ബിയർ പാർട്ടി നടത്തുമ്പോൾ ബാർ പാർട്ടി നടത്തുന്ന സമയത്ത് ആ 100 ക്യാനിനെ പറ്റിയാണ് സംസാരിക്കുന്നത്. ആ ബോട്ടിലിൻ്റെ $10 നമ്മളൊരു ഹോംലെസ്സിന് ഒരു ഫുഡ് കിറ്റ് അല്ലെങ്കിൽ ഒരു ഫാമിലിക്ക് നമ്മളൊരു ചെറിയ ഫ്യൂൾ വൗച്ചർ കൊടുക്കുമ്പോൾ അത് ജോസഫിന് അക്കൗണ്ടബിലിറ്റി ആയിട്ട് തിരിച്ചു തരിക എന്നുള്ളത് എൻ്റെ കടമയാണ്. അങ്ങനെയാണ്. അല്ലെങ്കിൽ പിന്നെ ഞാൻ എല്ലാവരുടെയും നിന്ന് വാങ്ങിച്ചിട്ട് മസ്റ്റർഡ് സീഡ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഇത് ശരിക്കും നിങ്ങൾ തരുന്ന ഡൊണേഷൻ അല്ലേ. അപ്പം ഞാൻ അക്കൗണ്ടബിൾ ആണ് നിങ്ങളോട്. ചിലർ സ്പെസിഫിക് ആണ്, ആക്ച്വലി ചിലർ വളരെ സ്പെസിഫിക് ആണ്. വളരെ സ്പെസിഫിക് എന്ന് പറഞ്ഞാൽ ചിലർ ബോട്ടിൽ വന്നിട്ട് പറയും ഇത് നിങ്ങൾ ക്രിസ്മസിന് ജൂലൈ ഡിന്നറിന് വേണ്ടി മാത്രം യൂസ് ചെയ്യാമെന്ന് പറയുന്നവർ. ചിലർ പറയും ഇത് നിങ്ങൾ വിമൻ ആൻഡ് ചിൽഡ്രന് വേണ്ടി മാത്രം യൂസ് ചെയ്യാമെന്ന് പറയുന്നവരുണ്ട്. അങ്ങനെ നമുക്ക് എല്ലാ രീതിയിലും ഉള്ള ആൾക്കാരുണ്ട്. അപ്പൊ ഇവരെ എല്ലാം എനിക്ക് സ്വാധീനിക്കാൻ പറ്റുന്നത് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്താൽ പറ്റും. പിന്നെ കമന്റ് ഇടുന്നവർക്ക് കമന്റ് ഇടാം,
കമന്റ് ഇടുന്നവർക്ക് കമന്റ് ഇട്ടേ ഇടുന്നുള്ളൂ, അവർ ബോട്ടിൽ തരുന്നില്ലല്ലോ എനിക്ക്. അതെ അതെ അതുകൊണ്ട് ഞാൻ അവർ കമന്റ് ഇടുമ്പോൾ ഞാൻ പറയും പ്ലീസ് ഗിവ് മീ സം ബോട്ടിൽസ് ആൻഡ് വിൽ ലുക്ക് ഇൻടു ഇറ്റ് എന്നല്ലാതെ ഇപ്പൊ എന്തോ പറയാനില്ല. ചേട്ടാ അങ്ങനെ ഇൻസ്പയർഡ് ആയിട്ടിരിക്കുന്നു ഞങ്ങളെടുത്ത് ഇതിങ്ങനെ ഒരു ചാരിറ്റി തുടങ്ങണമെങ്കിൽ ചേട്ടന്റെ സജഷൻ എന്താണ്? അല്ലെങ്കിൽ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർക്ക് ചേട്ടനെ എങ്ങനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റും? ഒരുപക്ഷെ ജോലി തിരക്കുകൾ കഴിഞ്ഞ് അല്ലെങ്കിൽ സ്വന്തം കുടുംബത്തിന്റെ ഉത്തരവാദിത്തങ്ങൾ കളഞ്ഞ് ഈ പറയുന്ന ആക്ടിവിറ്റിയിലോട്ട് ഇറങ്ങി വരാൻ പറ്റാത്തവർക്ക് ചേട്ടനെ എങ്ങനെ സഹായിക്കാൻ പറ്റും? അപ്പൊ 2 ചോദ്യങ്ങളാണുള്ളത്. ഇങ്ങനെ ഒരു ചാരിറ്റി തുടങ്ങണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതുപോലെ തന്നെ ചേട്ടനെ ഞങ്ങൾക്ക് എങ്ങനെ സഹായിക്കാൻ പറ്റും? ജോസഫിനെയും കൈവെക്കാത്ത മേഖല ചാരിറ്റിയുടെ ഉള്ളു. ഓക്കെ, അത് ചാരിറ്റി നിങ്ങളിതൊരു, ഞാൻ അതിന്റെ തുടക്കകാലത്ത് പറയുവാണെങ്കിൽ ഞാനിതിന്റെ CBSൽ പോയി സംസാരിച്ചു, കൺസ്യൂമർ ബിസിനസ് സർവീസ് സംസാരിച്ചപ്പോൾ അവരെന്നോട് പറഞ്ഞു, ജോർജി, ദ മൊമെന്റ് യു സ്റ്റാർട്ട് ഗെറ്റിംഗ് മോണിറ്ററി ഡൊണേഷൻസ് യു നീഡ് ടു രജിസ്റ്റർ ഇറ്റ് ആസ് എ ചാരിറ്റി. നിങ്ങളുടെ ചർച്ചിൽ നിന്ന് പലരും ഇവിടെ ചർച്ചിൽ അമ്പലങ്ങളിൽ മോസ്കിൽ നിന്ന് നിങ്ങൾ ഒത്തിരി സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, ദാറ്റ്സ് എ പാർട്ട് ഓഫ്, അഗൈൻ ഇറ്റ്സ് എ പാർട്ട് ഓഫ് ചാരിറ്റി. നിങ്ങളൊരു സപ്പോർട്ട് ചെയ്യുന്നത് ഒരു ചാരിറ്റിയുടെ ഭാഗമാണ്. ചാരിറ്റി വർക്ക് തന്നെ ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് ഈ കോൺസ്റ്റിറ്റ്യൂഷൻ, DGR സ്റ്റാറ്റസ് അല്ലെങ്കിൽ ICNC രജിസ്റ്റർ ചെയ്യുക, പേപ്പർ വർക്ക്. ഇച്ചിരി നമ്മൾ ചിന്തിക്കുന്നവരല്ല, കോസ്റ്റ് ഉണ്ട് അതിനകത്ത്, ഈസി അല്ല. ചുമ്മാ $0 നമുക്ക് തുടങ്ങാൻ പറ്റുന്നതല്ല. ഈ കോൺസ്റ്റിറ്റ്യൂഷൻ എഴുതുന്നതിന് തന്നെ കാശ് കൊടുക്കണം. നമ്മൾ ICNC രജിസ്റ്റർ ചെയ്യുന്നതിന് കാശ് കൊടുക്കണം. അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ രജിസ്റ്റർ ചെയ്യുന്നതിന് നമുക്ക് പേപ്പർ വർക്ക് ഉണ്ട്. അപ്പം ചാരിറ്റി തുടങ്ങേണ്ടവർക്ക് വേണ്ടി പറയേണ്ട ഇതാണ്, നിങ്ങൾക്ക് എപ്പോഴും ഒരു ഗോൾ വേണം. ഞാനിതെന്തിനാണ് ചെയ്യുന്നത്. ഇപ്പൊ ചിലർ ഫേമസ് ആവാൻ വേണ്ടി നന്മ മരങ്ങളാകാൻ ആഗ്രഹിക്കുന്നത് ചെയ്യാം, നിങ്ങൾക്ക് എപ്പോഴും ചെയ്യാം. നിങ്ങൾക്കിപ്പം നാളെ ഒരു ഹോംലെസ്സിന് പിസ കൊടുത്തിട്ട് സെൽഫി എടുത്ത് പോസ്റ്റ് ചെയ്താലും യു ബിക്കം എ ചാരിറ്റി പേഴ്സൺ. സ്വന്തം PR വർക്ക് ചെയ്യുന്നു. എക്സാക്ട്ലി. അപ്പൊ അതിനകത്ത് തെറ്റൊന്നുമില്ല. പക്ഷെ ഇത് പേഴ്സണലി ഇത് ചെയ്ത ഒരു കമ്മ്യൂണിറ്റിയിൽ ഇതൊരു മാറ്റം കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ യെസ്, ഇതിനകത്ത് കുറേ പേപ്പർ വർക്കുകളുണ്ട്. അതായത് കോൺസ്റ്റിറ്റ്യൂഷൻ, ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്, ഇതിനെല്ലാം CBSൽ പോയി സംസാരിച്ചാൽ കിട്ടും, കൺസ്യൂമർ ബിസിനസ് സർവീസ്. പിന്നെ പറഞ്ഞ പോലെ ചിലർ പറയും നീ വടങ്കൈ ചെയ്യുന്ന ഇടങ്കൈ അറിയരുത്, അങ്ങനെ പറയുന്നവരുണ്ട്. അതായത് നിങ്ങളുടെ കൂട്ടത്തിൽ തന്നെ ഈ കേൾക്കുന്നവർ ഒത്തിരി പേര് സപ്പോർട്ട് ചെയ്യുന്നവർ കാണും. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, ചാരിറ്റി വർക്ക് ചെയ്യുക എന്ന് പറയുന്നത് മോണിറ്ററി സപ്പോർട്ട് മാത്രമല്ല. ഇപ്പം എന്നോട് കേട്ടോണ്ടിരിക്കുന്നവർക്ക് നിങ്ങൾക്ക് നാളെ എനിക്കൊരു 100 കുപ്പി തരണം എന്ന് ആഗ്രഹിച്ചാൽ യു ക്യാൻ ഗിവ് ടു മൈ. നിങ്ങൾക്ക് ചാരിറ്റി എൻ്റെ ഡൊണേഷൻ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് മസ്റ്റേർഡ് സീഡ് ഡൊണേറ്റ് ചെയ്യാം. പക്ഷെ അതിനേക്കാൾ ഉപരി ചിലർ നമുക്ക് തരുന്ന വിസ്ഡം അല്ലെങ്കിൽ ആ തരുന്ന ഒരു വേർഡ്, അതൊരു ഭയങ്കര സംഭവം. അത് ചിലപ്പോൾ നമ്മളെ കൊണ്ട് നേരത്തെ പറഞ്ഞില്ലേ, മതിയായെന്ന് തോന്നുന്ന സമയത്ത് നമ്മൾ പറയത്തില്ല, ദൈവദൂതം പോലൊരുത്തം വന്നു ഒരു വേർഡ് പറഞ്ഞിട്ട് പോയി, നമ്മളത് പിന്നെ ഒരു 5 വർഷത്തിന് അത് കിക്ക് ചെയ്തുകൊണ്ടേയിരിക്കും. അങ്ങനെയുള്ള മൊമെന്റ്സ് ഉണ്ടായിട്ടുണ്ട്. അപ്പം നമ്മളിങ്ങനെ വിചാരിച്ച് തളർന്ന് തരിപ്പണമായിരിക്കുന്ന സമയത്ത് ഒരു ഫോൺ കോൾ, ഒരു പഴയ സുഹൃത്ത് അല്ലെങ്കിൽ ഒരു ഫ്രണ്ട്, അല്ലെങ്കിൽ നമ്മൾ റാൻഡമായിട്ട് വിചാരിച്ചുകൊണ്ടിരിക്കുന്ന ആൾ. ഈ സമയത്ത് പറയുവാണെങ്കിൽ, ഒരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ, വെളുപ്പിനെ 5 മണിക്ക് ഞാൻ എയർപോർട്ടിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എനിക്കൊരു ഫോൺ കോൾ സിഡ്നിയിൽ നിന്ന് അരുൺ എന്ന് പറഞ്ഞ ഒരാൾ. പുള്ളി എന്നോട് പറഞ്ഞു, ജോർജി, ഐ എം അരുൺ, ഐ എം ഫ്രം സിഡ്നി, വി മെറ്റ് വൺസ് ബ്രീഫ്ലി. ഞാൻ ഓക്കെ ഫൈൻ. പുള്ളി ഒരു ഓസ്ട്രേലിയൻ ആണ്, പക്ഷേ ഇത് ഇന്ത്യൻ ബോണോസി, മലയാളിയല്ല, നോർത്ത് ഇന്ത്യൻ ആയിരുന്നു. ഞാൻ വാട്ട് ഹാപ്പൻഡ്, ഐ ഫെൽറ്റ് സോ ഇൻസ്പയർഡ് ബൈ യുവർ സ്റ്റോറി. എവിടെയോ കേട്ടു, ഐ വോണ്ട് ടു ഗിവ് യു എ ഫ്രീ വെബ്സൈറ്റ്. ആ വെബ്സൈറ്റാണ് ഇന്ന് ഓടിക്കൊണ്ടിരിക്കുന്നത്. പ്രൗഡ് മൊമെന്റ് ആയിരുന്നു. കാരണം വെബ്സൈറ്റിന് കാശ് കൊടുക്കണ്ടേ. കഴിഞ്ഞ 5 വർഷമായിട്ട് 6 വർഷമായിട്ട് വെബ്സൈറ്റ് പുള്ളി തന്നെ റൺ ചെയ്യുന്നത്. സോ ഐ ഡോണ്ട് പേ എനിത്തിങ്. അപ്പൊ ഇതാണ് ഞാൻ പറഞ്ഞ അദ്ദേഹത്തിന്റെ ടൈം, പിന്നെ എല്ലാം ഫീച്ചർ ചെയ്യുക, എല്ലാം ചെയ്യുക. ഓരോരുത്തർക്കും ഓരോ റോളിൽ കൂടെ നമുക്ക് ചാരിറ്റി ചെയ്യാൻ പറ്റും. ഇത്ര ഭയങ്കര സീരിയസ് ടോപ്പിക്കാണ്, നമുക്ക് കുറച്ച് ഒന്ന് ബ്രീത്ത് എടുത്തിട്ട് ഒരു ഫൺ ടോപ്പിക്കിലേക്ക്. അതെ, കാരണം ജോർജി ഒരു ബാഗ് ഫുൾ ഓഫ് ഫൺ ആൻഡ് ഡിഫറെന്റ്, ഭയങ്കര പോസിറ്റീവ് ഇങ്ങോട്ട് വരുന്നോട്ടെ നമുക്ക് ഡിഫറെന്റ് ടെറൈൻസും ഡിഫറെന്റ് വൈബ്സും ഇറ്റ്സ് എ പാക്ഡ് ഒരു ലോഞ്ചിങ് പ്രൊഡക്റ്റ് ആണ്. സോ പറഞ്ഞുകൊണ്ട് നമുക്ക് ചേട്ടന്റെ വേറൊരു സെഗ്മെന്റിലേക്ക് കിടക്കാം. ചേട്ടൻ എന്താ പറയുക, ഐക്കോണിക് ട്രാവലിംഗ് ജേർണി എന്ന് പറയുന്നതാണ് ഇവിടുത്തെ ഖാൻ റെയിൽവേ ട്രാൻസ്പോർട്ടേഷൻ അല്ലേ? അതിൽ ചേട്ടൻ വർക്ക് ചെയ്തിട്ടുണ്ട്. അതില് നമ്മളൊക്കെ വളരെ എക്സൈറ്റഡ് ആണ് ആ ഒരു ജേർണി ചെയ്യാനും, അല്ലെങ്കിൽ നമ്മൾ ഒത്തിരി പ്ലാൻ ചെയ്തു പക്ഷെ നടന്നിട്ടില്ല. പക്ഷെ ഒരു യാത്രികൻ എന്ന നിലയിൽ അതിന്റെ തുടക്കം തൊട്ട് അവസാനം വരെ എന്താണ് ഒരു സ്പെക്ടേറ്റർ അല്ലെങ്കിൽ യാത്രികന് കിട്ടാൻ പോകുന്ന അവസരങ്ങളാണ് ഇവിടുത്തെ മലയാളികൾ, അല്ലെങ്കിൽ നിങ്ങൾ കുറച്ച് പേര് ഞാൻ കണ്ടിട്ടുണ്ട് മലയാളീസ് ഒക്കെ ചെയ്യുന്നത്. പക്ഷെ
ഇറ്റ്സ് എ ഐക്കോണിക് ജേർണി. ദ ഗാൻ, ദ ഇന്ത്യൻ പസഫിക്, ദ ഗ്രേറ്റ് സദേൺ, ദി ഓവർലാൻഡ്. ഓവർലാൻഡ് എന്ന് പറയുന്ന പാസഞ്ചർ ട്രെയിനാണ് അഡ്ലൈറ്റ് ടു മെൽബൺ. ദാറ്റ്സ് ലൈക്ക് നോർമൽ, നമ്മുടെ നാട്ടിലെ വന്ദേ ഭാരത് പോലത്തെ ഒരു നോർമൽ ട്രെയിനാണ്. പക്ഷേ ഗാൻ ഒക്കെ എന്ന് വെച്ചാൽ ഇതൊരു സ്ലീപ്പിംഗ് കോച്ച് ഉണ്ട്, സ്ലീപ്പിംഗ് റൂം, ബാർ, റെസ്റ്റോറൻറ്റ്, 5 സ്റ്റാർ സർവീസ്. അതിനൊന്നും മാച്ച് ചെയ്യാൻ വേറെ ഇല്ല. നമ്മുടെ നാട്ടിലെ പാലസ് ഓൺ വീൽസ് അങ്ങനെ തന്നെ നിങ്ങൾക്ക് ചിന്തിക്കാം. അതിൻ്റെ വേറൊരു വേർഷനാണ് ഓസ്ട്രേലിയ ദ ഗ്യാൻ. ദ ഗ്യാൻ എന്ന് പേര് വരാൻ കാരണം ദ അഫ്ഗാനിസ്ഥാനിൽ നിന്ന് വന്ന കെമേലിയേഴ്സ്, അതായത് ക്യാമൽ റൺ ചെയ്യുന്ന ആൾക്കാർ, അവരാണ് ഇവിടുത്തെ റെയിൽവേ ട്രാക്ക് ഉണ്ടാക്കിയത്. അങ്ങനെ അതിനെ അവരെ മെമ്മറീസിന് വേണ്ടി, അവരെ സ്നേഹിക്കാൻ വേണ്ടി, അവരുടെ പേരിന് വേണ്ടിയാണ് അവർ ദ ഗ്യാൻ എന്ന് പറഞ്ഞ പേരിട്ടിരിക്കുന്നത്. അതായത് ഒന്നുകൂടി ഒന്ന് കൗതുകത്തോട് ചോദിക്കണം, അതായത് അഫ്ഗാനിസ്ഥാനിൽ നിന്ന് ഒട്ടകത്തിൽ ഇവിടെ വന്ന് അഫ്ഗാനിസ്ഥാൻസിനെ റെസ്പെക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, കൂടാതെ അവരാണ് ഈ റെയിൽവേ ട്രാക്ക് ഉണ്ടാക്കിയത്. കെമേലിയേഴ്സ് എന്ന് പറയും. അഫ്ഗാനിസ്ഥാനിൽ നിന്ന് ഒട്ടകത്തിലല്ല, അഫ്ഗാനിസ്ഥാനിൽ നിന്ന് അവരൊട്ടകവും അഫ്ഗാനിസ്ഥാനുകാരും കൂടെ അവര് കപ്പലെ വന്ന് ഇറങ്ങി കപ്പലിൽ നിന്ന് കൊണ്ടുവന്നു. ലോകത്തിൽ ഏറ്റവും കൂടുതൽ ക്യാമൽസ് ഉള്ളത് ഓസ്ട്രേലിയയിലാണ്. അതൊരു ഫൺ ഫാക്ട് ആയിരുന്നു ഞാനത് കേട്ടപ്പോ. ഔട്ട്ബാക്കിൽ പോയാല് ഒട്ടകം ഇവിടുത്തെ പെസ്റ്റ് ആണ് ആക്ച്വലി. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ ഒട്ടകങ്ങളെ 10,000-15,000 ഒട്ടകങ്ങളെ ഓരോ വർഷം വെടിവെച്ച് വീഴ്ത്തും. അതെ, നമ്മള് ഇവിടെ പെറ്റ് വരുന്നു. എനിക്ക് തോന്നുന്നത് കൺട്രി സൈഡിലോട്ട് പോയി കഴിഞ്ഞാല് നളബോയിൽ പോയാൽ കാണാം ഏറ്റവും കൂടുതലുള്ള ഒട്ടകങ്ങളാണ്. നളബോ അതൊരു വലിയ ലോങ്സ്റ്റ് റെയിൽവേ ട്രാക്ക് ഇൻ ദ വേൾഡ് ആണ്. ഇങ്ങനെ പരന്നം കിടക്കുക. ഇങ്ങനെ പോകുമ്പോൾ നമുക്ക് ഇങ്ങനെ ക്യാമൽസിനെ സൈഡിൽ കൂടെ കാണാം. ചില ക്യാമൽസിനൊക്കെ ഇടിച്ച് തെറിപ്പിച്ച് പോകും. ഏറ്റവും വലിയ ഫൺ ഫാക്ട് എന്ന് പറയാൻ എനിക്ക് പറ്റത്തില്ല, കാരണം ഇതിനകത്ത് വീഗൻ ഉള്ളവരുണ്ടെങ്കിൽ വിഷമമാണ്. അന്ന് ഇടിച്ചിരുന്ന അന്നത്തെ ദിവസത്തെ ഉച്ചക്കത്തെ കറി ക്യാമൽ കറിയാണ് ഗാനിലെ. അപ്പൊ അതുകൊണ്ട് തന്നെ വീഗനായിട്ടുള്ള ആൾക്കാർക്ക് വലിയ പ്രശ്നമൊക്കെ ഉണ്ട്. ഒരു ക്യാമൽസിനെ കൊന്നു. നമ്മുടെ ഈ ട്രെയിൻ ഇടിക്കുന്ന ക്യാമലിനെ അതിനല്ല കൊല്ലുന്നു തിന്നുന്നത്, പക്ഷെ അതിനെ ഇടിച്ചു വീഴ്ത്തുന്ന സമയത്ത് നമ്മൾ പറയല്ലോ, നമ്മളിങ്ങനെ നമ്മൾ പോകുന്ന സമയത്ത് ഒരു ക്യാമലിനെ ഇടിക്കുമ്പോ ട്രെയിൻ മൊത്തത്തിൽ ഒന്ന് ശബ്ദം ഉണ്ടാവും. ചോദിക്കുമ്പോൾ കാണാം ക്യാമലൊക്കെ തെറിച്ച് പോകുന്ന ഇങ്ങനെ കാണാം. അപ്പൊ അത് ചിലർക്ക് വീഗനായിട്ടുള്ള ഒരാൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. വീഗൻ മാത്രമാണെന്നില്ല, ഇപ്പൊ നമ്മളൊക്കെ കേട്ടിട്ട് എനിക്ക് ഒരു വിഷമം. അതെ, നമ്മളെ കോഴിയെ കൊല്ലാൻ നേരത്തെ വിഷമല്ലോ, കഴിക്കാൻ പ്രശ്നം പാവം തിന്ന. അതൊരു ഐക്കോണിക് ജേർണിയാണ്. അത് ഓരോ സ്റ്റേറ്റിൽ ഓരോ സ്ഥലത്തെത്തുമ്പോൾ അതിനെ ബേസ് ചെയ്തുള്ള ഫുഡായിരിക്കും അവർ തരുന്നത്. ഈ ജേർണി സ്പാൻ എത്ര നേരമുണ്ട് ചേട്ടാ? ഗാൻ വൺ വേ അഡ്ലൈറ്റ് ടു ഡാർവിൻ 2 nights 3 days. തിരിച്ചു വരുന്ന ഡാർവിൻ ടു അഡ്ലൈറ്റ് 3 nights to 4 days. അത് നിങ്ങൾ എപ്പോഴും ചെയ്യുവാണെങ്കിൽ ദ ഗാൻ എക്സ്പെഡീഷൻ ചെയ്യണം. ഗാൻ എക്സ്പെഡീഷൻ എന്ന് പറഞ്ഞാൽ മെയ് ടു ഒക്ടോബർ ആണ്. അതിന് തിരിച്ചു വരാൻ നേരത്ത് നിങ്ങൾ ഡാർവിൻ ടു അഡ്ലൈഡ് വരുമ്പോൾ നിങ്ങൾ ഡാർവിൻ യു ഗോ ടു ആലിസ് സ്പ്രിങ്സ്. അവിടെ ഡിന്നർ അണ്ടർ ദ സ്റ്റാർസ് ഉണ്ട്. ഒരു വലിയ സംഭവമാണ്. നിങ്ങൾക്ക് അവിടെ വരുമ്പോൾ സ്റ്റാറുകളൊക്കെ അടുത്ത് കാണാം. ഒരു ഡിന്നർ ഉണ്ട്. പിന്നെ നിങ്ങൾക്ക് കാത്രിനിൽ ഇറങ്ങും. ഗോർജ് ക്രൂസ് ഒക്കെ ഉണ്ട്. അതിനുശേഷം നിങ്ങൾക്ക് കൂബ പീഡിയിൽ ഇറങ്ങി ലഞ്ച് അണ്ടർ ദ മൈനിങ് പ്ലേസ്. അതും കഴിഞ്ഞ് നിങ്ങളിവിടെ വരും. ഏകദേശം എത്ര ഓസ്ട്രേലിയൻ ഡോളേഴ്സ് വരും ഒരു കപ്പിൾ? സ്റ്റാർട്ടിങ് 2,500 per person. ഏറ്റവും ചീപ്പസ്റ്റ് ഓപ്ഷൻ. ഈ എക്സ്പെഡിഷൻ എത്ര ദിവസമാണ്? 4 days. ഒരുപാട് മെമ്മറീസ് ഉണ്ടാവുമായിരിക്കും അല്ലേ? അങ്ങനെ മറക്കാൻ പറ്റാത്തൊരു മെമ്മറി എന്തായിരിക്കും ഗാൻ റെയിൽവേ സെക്കൻഡ് ട്രിപ്പിന്? കാരണം എൻ്റെ സെക്കൻഡ് ട്രിപ്പ് ഒരു വലിയ സംഭവമായിരുന്നു. അതായത് നമ്മൾ ആക്ച്വലി ഒരു ഫാമിലി അല്ലെങ്കിൽ ഒരു ആൾക്കാരോട് നമ്മളൊരു 4 days ഒക്കെ സ്പെൻഡ് ചെയ്യുമ്പോൾ, എസ്പെഷ്യലി ഓൾഡ് പീപ്പിൾ, കാരണം ഇതിനകത്ത് കൂടുതലും ട്രാവൽ ചെയ്യുന്നത് ഇച്ചിരി കൂടെ എൽഡർലി ആയിട്ടുള്ള ആൾക്കാരാണ്. അപ്പം നമ്മൾ ഇച്ചിരി ക്ലോസ് ആവും. അങ്ങനെ ഒരു അമ്മച്ചി ഇറങ്ങാൻ നേരത്ത് കെട്ടിപ്പിടിച്ച് കരഞ്ഞ് എൻ്റെ മോനാ നീ എന്നൊക്കെ പറഞ്ഞ് കരഞ്ഞ് പോയി. അതൊരു വലിയ സംഭവമായിരുന്നു. അതൊരു ഭയങ്കര മെമ്മറിയാണ്. പിന്നെ ഒത്തിരി സെലിബ്രിറ്റീസിനെ കാണാം. പിന്നെ സ്ഥലങ്ങൾ പലതും കാണാം. ഒക്കെ ഒരു വലിയ കാര്യമാണ്. പിന്നെ ഇവിടുത്തെ കാര്യങ്ങൾ പഠിക്കാം. ഇൻഡിജീനിയസ് ആയിട്ടുള്ള ഒത്തിരി ഫസ്റ്റ് നേഷൻസിൻ്റെ ഒത്തിരി കാര്യങ്ങൾ എങ്ങനെയാണ്. ഇവിടെ ഒരു വലിയ റെയിൻബോ സ്നേക്ക് ഉണ്ട്. അത് കിടന്നുറങ്ങുന്നത് കാത്രിനിലെ ഒരു ഗോർജിലാണ്. അതൊക്കെയാണ് ഇവിടുത്തെ ഐതിഹ്യം. ഇപ്പൊ നമ്മൾ ഐതിഹ്യം എന്ന് പറയത്തില്ലേ, കുറോൻ മലയും കുറത്തിമലയും എന്ന് പറയുന്നത്, അത് തന്നെ ഇവിടെ വലിയ ഐതിഹ്യങ്ങളുണ്ട്. ഇവിടെ ഒരു റെയിൻബോ പാമ്പ് ഇങ്ങനെ അഴിഞ്ഞു പോയതിന്റെ പേരിലാണ് മൗണ്ടൻ ഇങ്ങനെയൊക്കെ വന്നത്. ഒത്തിരി സ്റ്റോറീസ് ഉണ്ട്. അതൊക്കെ ഒരു സംഭവമാണ്. എനിക്ക് തോന്നുന്നു ഇവിടുത്തെ ഇൻഡിജിയസ് ആൻഡ് അബോറിജിനൽ സ്റ്റോറീസിനകത്ത് അവരുടെ ആ
ഐക്കോണിക് ആയിട്ടുള്ള ബിലീഫും തോട്ട്സും ഒക്കെ ഏറെക്കുറെ നമ്മുടെ നാട്ടിലെ പഴയ ആചാരങ്ങളും പഴയ അല്ലെങ്കിൽ നമ്മുടെ ഒരു സെയിം തോട്ട് പ്രോസസ്സുമായിട്ട് അതെ ഏറെക്കുറെ മാച്ച് ചെയ്ത് പോകാറുണ്ട്. ഭയങ്കര വളരെ സത്യം. അതുപോലെ തന്നെ ഇവിടുത്തെ മണ്ണ്, വായു, ജലം ഉം. നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടല്ലോ. സൂര്യ ഭഗവാൻ അതെ. അങ്ങനെയൊക്കെ പറയുന്ന പോലെ ഇവിടെ എല്ലാം ഭയങ്കര സംഭവങ്ങളാണ്. ഒരു ക്ലാനിന് വേറൊരു ക്ലാനുമായിട്ട് മിണ്ടാൻ പാടില്ല, ഉം. അങ്ങനെ കല്യാണം കഴിക്കാൻ പാടില്ല, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. മൈഗ്രന്റ് എന്ന നിലയ്ക്ക് ഒരു മാനേജർ റോളിൽ വരുന്നു കഴിയുമ്പോൾ എന്തൊക്കെ ചലഞ്ചസ് ഉണ്ടാവാറുണ്ട്? ഇപ്പം എനിക്ക് തോന്നുന്നു എയർപോർട്ടിൽ, അഡ്ലൈഡ് എയർപോർട്ടിൽ ചേട്ടൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഒരു മാനേജർ റോളായിരുന്നു. അവിടെ ഒരുപാട് ആൾക്കാരെ മാനേജ് ചെയ്യാനുണ്ടായിരുന്നു. അപ്പം എങ്ങനെ എന്തായിരുന്നു മെയിൻ ചലഞ്ചസ് ആസ് എ മൈഗ്രന്റ് മാനേജർ? നമുക്ക് 2-3 ഇപ്പം ഞാൻ ട്രാമിൽ വർക്ക് ചെയ്യുന്നു. എയർപോർട്ടിൽ വർക്ക് ചെയ്യുന്നതിനേക്കാൾ ഉപരി ട്രാമിൽ ഫ്രണ്ട് ലൈൻ വർക്ക് ചെയ്യുന്നതാണ്. ആമേ ടിക്കറ്റ് ഇൻസ്പെക്ടർ. അപ്പം ടിക്കറ്റ് ഇല്ലാതെ ഒരു ഓസ്ട്രേലിയൻ്റെ അടുത്ത് പോയി സംസാരിച്ചാൽ എന്തൊക്കെ കേൾക്കാൻ പറ്റുമെന്ന് ഊഹിക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. അപ്പം വളരെ റഫായിട്ട് സംസാരിക്കുന്നവരുണ്ട്, കംപ്ലയൻ്റ് ആയിട്ട് സംസാരിക്കുന്നവരുണ്ട്. ചിലർ പറയും ഗോ ബാക്ക് ടു യുവർ കൺട്രി. ഞാൻ വാച്ച് നോക്കിയിട്ട് പറയും ഇന്ന് ഫ്ലൈറ്റ് ഇല്ല, നാളെ പോയാൽ മതി. അപ്പം നമുക്ക് അതിനെ അങ്ങനെ ആക്കാം. അതല്ല വാട്ട് യു അപ് ടു മാൻ, അബ്യൂസിങ് മീ, ഇങ്ങനെ ചോദിക്കാം. എന്നോട് ചോദിക്കുമ്പോൾ ഞാൻ പറയും ഗോ ബാക്ക് ടു യുവർ കൺട്രി എന്ന് പറയുമ്പോൾ ഞാൻ പറയും ഓ ടൈം തീർന്നു. ഇപ്പൊ ഗോ ബാക്ക് ടു കൺട്രി എന്ന് പറയും മാൻ ദർ ഇസ് നോ ഫ്ലൈറ്റ്സ്, വാട്ട് ക്യാൻ ഐ ഡു? എന്ത് റെസ്പോൺസ് ആണ് അപ്പൊ അങ്ങനെ ഒരു ശരിക്കും അവരെല്ലാവരും എന്താ പറയുന്നത്? കാരണം തമാശയല്ലേ നമ്മൾ പറഞ്ഞത്, സർക്കാസ്റ്റിക് ആയിട്ട് നമുക്ക് പറയണേ പറയാം. അല്ലെ നമ്മൾ പറയും മാനേജറായിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് അവർ പറയും ഒന്നും അറിയത്തില്ല. ഞാൻ പറഞ്ഞു ഈ 40 പേരെ അന്ന് മാനേജ് ചെയ്ത്. ഞാൻ പറഞ്ഞു ഈ 40 പേരിൽ ഒരാളെ പോലും അവർക്ക് തോന്നിയില്ലേ മാനേജറാക്കാൻ? ഇന്ത്യയിൽ നിന്ന് എന്റെ കൊണ്ടുവരേണ്ടി വന്നോ ഇവിടുത്തെ മാനേജറാക്കാന്നൊക്കെ ചോദിക്കുമ്പോൾ ഇതെല്ലാം ചിലപ്പോ അത് ചോദിച്ചാൽ ചിലപ്പോ ഫയർ ചെയ്യുന്നിരിക്കുക. ഞാൻ ചോദിച്ചായിരുന്നു. ഞാൻ ചോദിച്ചു നിങ്ങൾക്ക് എന്താ, നിങ്ങളാരും കോമ്പറ്റൻ്റ് ആയിട്ടില്ലായിരുന്നോ, നിങ്ങൾക്ക് എന്താ പഠിച്ചേ ഇങ്ങനെ ഞാൻ ചോദിക്കും. ഞാൻ നഴ്സിംഗ് പഠിക്കും. ഞാൻ ദാറ്റ്സ് എ ഡിഫറൻസ്. നീ നഴ്സിംഗ് പഠിച്ചിട്ട് ഇവിടെ വെയിറ്ററായിട്ട് വർക്ക് ചെയ്യുമ്പോൾ കോമ്പറ്റൻ്റ് ഇല്ല. ഞാനിത് പഠിച്ചു വന്നു, എന്നെ ഒക്കെ കിട്ടി. പിന്നെ എൻ്റെ കഷ്ടകാലത്തിന് നിങ്ങളെ മാനേജ് ചെയ്യേണ്ടി വന്നു. എന്തോ ചെയ്യാൻ പറ്റും ഇതിനകത്ത്. ഇപ്പം നിങ്ങൾ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഫോളോ ചെയ്യണം, അത്രേ ഉള്ളൂ. അപ്പം നമുക്കൊരു ക്വസ്റ്റിനെ തന്നെ നമുക്കത് ആക്കാം. അപ്പം പറഞ്ഞ പോലെ ദിസ് ഈസ് മൈ കൺട്രി. If your country, just go out and walk. Don't use a white man's tram. Simple as that. എന്നൊക്കെ പറയുമ്പോൾ ഓക്കെ. പിന്നെ ചിലര് നമ്മളോട് പറയുമ്പോൾ നമ്മൾ പറയും വാട്ട് യു കോളിങ് മീ ബ്രൗൺ എന്നൊക്കെ വിളിച്ചാൽ പിന്നെ റേഷ്യൽ അബ്യൂസ് അങ്ങോട്ടും ഇങ്ങോട്ടോ. ഇതിനൊക്കെ അതിൻ്റെ ഒരു സെൻസിലെടുത്ത് അങ്ങ് വിടണം. ഇവിടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഹൗ യു ആർ കോൺഫിഡൻറ്റ് ഇനഫ്, അതാണ് മെയിൻ. ഇപ്പം ജോസഫ് പോലും ഇന്നാളെ ഒരു ഇവൻറ്റിന് എൻ്റെ കൂടെ വന്നപ്പോൾ ജോസഫ് കണ്ടാണ് ഐ എം വെരി കോൺഫിഡൻറ്റ്. കാരണം എനിക്ക് നമ്മൾ ആരെയും കൊല്ലുന്നില്ല, പറ്റിക്കുന്നില്ല എന്നുള്ള ഉറപ്പുണ്ടെങ്കിൽ വി ആർ ഫേം. ബി ഫേം ബട്ട് ബി പ്രൊഫഷണൽ. എന്നാൽ നിങ്ങൾ ഫേമും ആയിരിക്കണം, പ്രൊഫഷണലും ആയിരിക്കണം. നിങ്ങൾക്ക് ലൂപ്പ് ഹോൾസിനകത്ത് പാടില്ല. ഒരു മേ ബി എന്നല്ല, യെസ് ഓർ നോ. നമുക്ക് ഇഷ്ടപ്പെട്ടില്ല, ദാറ്റ്സ് ഫൈൻ. ഇഷ്ടപ്പെട്ടു, ഗുഡ്. മേ ബി എന്ന് പറഞ്ഞ ടോക്ക് വരുമ്പോഴാണ് ഇവിടെ പ്രശ്നം വരുന്നത്. ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാവോ, അത് ഇവിടെ ഇല്ല. നമ്മൾ അതുപോലെ തന്നെ സംസാരിക്കണം. ഇപ്പോൾ പറഞ്ഞ ടിക്കറ്റ് ഇൻസ്പെക്ടർ, നമ്മൾ ട്രാമിലോട്ട് കയറുമ്പോൾ, ആ അതോറിറ്റിയിലോട്ട് കയറുമ്പോൾ ഉണ്ടാകുന്ന ആൾക്കാരുടെ ഉള്ളിലെ ഒരു ടെൻഷൻ, ടിക്കറ്റ് എടുത്തായിരുന്നു ഉറപ്പാണോ, അല്ലെങ്കിൽ ടിക്കറ്റ് എടുക്കാത്തവൻ്റെ ഉള്ളിലെ ആ ഒരു അത് നമുക്ക് അതോറിറ്റിയിൽ നിൽക്കുമ്പോൾ അതൊരു പ്രത്യേക കാര്യമാണ്. ആക്ച്വലി അതൊരു പ്രത്യേക അവരെ നമ്മൾ എങ്ങനെ മാനേജ് ചെയ്യുന്നു. ഇപ്പം ഞാൻ നിങ്ങളോട് നേരത്തെ ചോദ്യം ചോദിച്ചു ഗോ ബാക്ക് ടു യുവർ കൺട്രി എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് പറയും? ഗോ ബാക്ക് ടു യുവർ കൺട്രി എന്നൊരു ഓസ്ട്രേലിയൻ നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങൾ എന്ത് പറയാം ആൻസർ? നിങ്ങൾ പറയുന്നത് ഷട്ട് അപ്പ്, ജസ്റ്റ് വാക്ക് ഓഫ്. നോ. നിങ്ങൾക്കതിനെ ഇങ്ങനെ ആക്കാം. ടൈം ഇങ്ങനെ നോക്കിയിട്ട് സീരിയസ് ആയിട്ട് നോക്കിയിട്ട് പറയാം all flights finish mate, can I go tomorrow? It's all right. ഇന്ന് മുതൽ ഞാൻ അങ്ങനെ ഇനി പറയുള്ളൂ. നല്ലൊരു സർക്കാസ്റ്റിക് ആയിട്ടുള്ള ആൻസർ. Did you heard about the war happening in Iran and all? Yeah, no flights mate. Thank you to Trump. ആ ബോട്ടേ കയറി പോകണം. നമ്മളിവിടെ സിറ്റുവേഷൻ ഡീഎസ്കലേറ്റീവ് ആണ്. എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കത്തില്ലേ, ഒരാൾ പോലീസ് ഓഫീസർ ആദ്യം ഒന്ന് അറസ്റ്റ് ചെയ്യണം, അല്ല ആദ്യം സംസാരിക്കും എന്താണ് സംഭവം, എന്താണ് കാര്യം. ഒരു എസ്കലേറ്റഡ് ആയിട്ടുള്ള സിറ്റുവേഷൻ നമ്മൾ ഡീഎസ്കലേറ്റ് ചെയ്യും. പിന്നെ എന്ത് പറഞ്ഞാലും കേൾക്കാത്തതിൻ്റെ തലക്കിട്ട് 2 കൊട്ടു കൊടുക്കാനേ നമുക്കും പറ്റത്തുള്ളൂ. നമുക്കെല്ലാം ചെയ്യുന്നതിന് പ്രശ്നം. ഓൾ ഓവർ ദ വേൾഡ് ഈ റൈസിസത്തിന്റെ ഇത് കൂടി വരുന്നുണ്ട്. അല്ലെങ്കിൽ നമ്മൾ കാണാൻ പറ്റും ഒരുപാട് ഈ മാർച്ചുകളും റാലികളും എല്ലാം പാർലയിൽ പോലും എല്ലാം റീസെൻ്റ്ലി കുറേ മൂവ്മെൻറ്റ്സും ഈവൻസും എല്ലാം അവർ കണ്ടക്ട് ചെയ്തു. റേസിസം അല്ലെങ്കിൽ സ്വന്തം രാജ്യത്തിൻ്റെ വേണ്ടി അവർ ഫൈറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ നമ്മളോട് പോകാൻ പറയുന്നു, ഇന്ത്യക്കാരോട് പോകാൻ പറയുന്നു.
അപ്പൊ അങ്ങനെ ഒരു സാഹചര്യം ഉള്ളപ്പോൾ ഇപ്പോഴും നാട്ടിൽ നിന്ന് പക്ഷെ ഒരുപാട് ആൾക്കാർക്ക് വരണമെന്ന് ആഗ്രഹമുണ്ട്. അല്ലെങ്കിൽ നമ്മുടെ നാടിന്റെ ഒരു സാഹചര്യം വെച്ച് പല ആൾക്കാരും വിദേശത്ത് പോയാലാണ് മെച്ചപ്പെട്ട ഒരു ജീവിത സാഹചര്യം ഉണ്ടാകുമെന്ന് വിശ്വസിച്ചാണ് ആൾക്കാരും വരുന്നത്. യഥാർത്ഥത്തിൽ ഇപ്പോഴും നമ്മുടെ നാടിന്റെ ഇപ്പോഴത്തെ ഒരു സ്ഥിതി അനുസരിച്ച് നമ്മൾക്ക് ഒരുപക്ഷെ നമ്മുടെ നാട്ടിൽ തന്നെ ഒരു നല്ല നിലനിൽപ്പിനുള്ള ഒരു സാഹചര്യം ഇല്ല ഇന്ന്. അതെയോ ഈ റേസിസവും അല്ലെങ്കിൽ ഇങ്ങനത്തെ പ്രശ്നങ്ങളും ഉള്ള ഒരു നാട്ടിൽ വരേണ്ടതായിട്ട് ഉണ്ടോ ഇന്ന് നമ്മുടെ നാട്ടിൽ ഒരു സ്കിൽഡ് ആയിട്ടുള്ള ഒരാളെ സംബന്ധിച്ചോളം? നാട്ടിലുള്ളവർ ഇങ്ങോട്ട് വരുന്നതിൻ്റെ അല്ലെ ഓസ്ട്രേലിയയിലെ വേറെ ഡെവലപ്പ് രാജ്യത്ത് പോകുന്നതിൻ്റെ റീസൺ എന്താ? ബെറ്റർ ലൈഫ്, ബെറ്റർ ലിവിങ് സ്റ്റാൻഡേർഡ്സ്. അതിനുവേണ്ടിയാണ് നമ്മൾ പുറത്തോട്ട് പോകുന്നത്. നാട്ടിൽ തന്നെ നല്ല സ്കോപ്പും നല്ല കാര്യങ്ങളും ഉണ്ടെങ്കിൽ വൈ യു നീഡ് ടു ലീവ്? ഞാൻ നവോദയ വിദ്യാലയം പഠിച്ച ഒരാളാണ്, ജവഹർ നവോദയ വിദ്യാലയം. ഈ കേൾക്കുന്ന എല്ലാവർക്കും അറിയാം ആ സ്കൂൾ എന്തുവാണെന്നും ആ സ്കൂളിൽ പഠിക്കുന്നവരെന്തായി തീരും എന്നുള്ളതും പലർക്കും അറിയാം. ഇപ്പം പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദിയുടെ പേഴ്സണൽ വൺ ഓഫ് ദ പൈലറ്റ് എന്ന് പറയുന്നത് നവോദയ അലുമിനിയാണ്. ഓക്കെ, അല്ലെങ്കിൽ ഇന്ത്യയിലെ തന്നെ കളക്ടേഴ്സും IAS ഓഫീസും IPS ഓഫീസിനും എടുത്താൽ 80% നവോദയ സ്റ്റുഡൻസ് ആണ്. ഏത് സ്റ്റേറ്റിൽ ഏത് ഗ്രാമത്തിൽ ഒരു കാര്യം വേണോ നവോദയ അലുമിനിക്ക് ഞങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്, ഒരു മെസ്സേജ് അയച്ചാൽ മതി. 2018 പ്രളയം വന്നപ്പോൾ ഞങ്ങൾക്ക് വാട്സപ്പ് മെസ്സേജ് കിട്ടും, എവിടെയെങ്കിലും നിങ്ങളുടെ ആരിലും ഉണ്ടോ, കാരണം പൈലറ്റ് നവോദയ സ്റ്റുഡൻ്റാണ്. ഞങ്ങൾക്ക് ഡയറക്റ്റ്ലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു. അങ്ങനെ സ്കൂളിൽ പഠിച്ചത് കൊണ്ട് തന്നെ ഞാൻ പറയുന്നത് ഐ എം എ പ്രൗഡ് കേരളൈറ്റ്, ഞാൻ ഇന്ത്യൻ. കാരണം സെൻട്രൽ ഗവൺമെന്റിന്റെ സ്കീമിൽ നിങ്ങൾക്ക് നവോദയ വിദ്യാലയെ പറ്റി അറിയാവോ? ഫ്രീ എഡ്യൂക്കേഷൻ, ₹1 കൊടുക്കണ്ട +2 വരെ. അസാധ്യ എഡ്യൂക്കേഷൻ. ടീച്ചേഴ്സ് എല്ലാം പോറാൻ നടന്ന് പഠിപ്പിക്കും. പഠിച്ചിറങ്ങുന്നത് എഞ്ചിനീയേഴ്സ്, ഡോക്ടേഴ്സ്, IPS IAS ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാർ. അങ്ങനെ നിൽക്കുന്ന ഒരു കളത്തിൽ നിന്ന് നമ്മൾ ഇങ്ങോട്ട് വരുമ്പോൾ ബെറ്റർ ലൈഫാണ് അവർക്കൊക്കെ. മിലിറ്ററിയിലൊക്കെ പോയി കഴിഞ്ഞാൽ എന്താ, ഇറ്റ്സ് ഗുഡ് ലൈഫ്. ഇപ്പം എൻ്റെ തന്നെ ഫ്രണ്ട്സും 2-3 ലക്ഷം സാലറി വാങ്ങിക്കുന്നവരുണ്ട്. അവരൊന്നും ഒരിക്കലും ഓസ്ട്രേലിയ വരത്തില്ല. ഇപ്പം മിഡിൽ ഈസ്റ്റിൽ തന്നെ 20-30 ലക്ഷം രൂപ സാലറി വാങ്ങിക്കുന്നവരുണ്ട് മന്ത്ലി. ചെയ്യുന്ന ബിസിനസ് ചെയ്യുന്നവർ വലിയ ആൾക്കാർ, കസിൻസ് 24,000-25,000 dirhams, which is like 5 lakh 6 lakh Indian rupees മന്ത്ലി സേവ് വാങ്ങിക്കുന്നവരുണ്ട് ടാക്സ് ഫ്രീ. അവരെന്തിനാ ഇങ്ങോട്ട് വരുന്നത്? അവർ പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ നോ നീഡ്. കാരണം ഇവിടെ വരുമ്പോൾ ടാക്സ് കൊടുക്കണം, അങ്ങനെ പല ബുദ്ധിമുട്ടുകൾ വരും. പിന്നെ ഒന്നേന്ന് കരിയർ സ്റ്റാർട്ട് ചെയ്യണം. പിന്നെ ഈ പറഞ്ഞ റേസിസം അല്ലെങ്കിൽ കളർ അല്ലെങ്കിൽ സ്കിൽസിന് ഇവിടെ വലിയ കാര്യമില്ല. എല്ലാം ഉണ്ട് ഇതിനകത്ത്, എല്ലാ കാര്യങ്ങളും ഉണ്ട്. അപ്പം നമ്മളിതിനെ എല്ലാം ഒരു ബാലൻസ് ചെയ്ത് കൊണ്ടുപോകണം. പിന്നെ ഇവിടെ വരുന്നവരോട് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ നിങ്ങൾ ഗിവ് അപ്പ് ചെയ്യല്ല, ടൈം എടുക്കും. കാരണം നിങ്ങൾ ഒന്നേ തുടങ്ങുമല്ലേ. നാട്ടിൽ നിങ്ങൾക്ക് കളമുണ്ട്. ഞാൻ മുളമൂട്ടിൽ ഫാമിലിയാണ്, കൊയ്ക്കിലത്തെ ഫാമിലിയാണ്, എനിക്ക് കളമുണ്ട് നാട്ടിൽ. അല്ലെങ്കിൽ എൻ്റെ പഴയ കുടുംബം, എൻ്റെ വല്യപ്പൻ പണ്ട് ആന ഉണ്ടായിരുന്നു, നമ്മൾ പറയത്തില്ലേ. അപ്പം നമുക്ക് കളമുണ്ട്. നമ്മുടെ പൂർവ്വപിതാക്കന്മാർ നമുക്ക് വേണ്ടി ഇത് ചെയ്തത് കൊണ്ട് നമ്മൾ അതിൻ്റെ തിളക്കത്തിലിരുന്ന് ബഹളം കാണിക്കുന്നു. നമ്മളൊന്നേ തുടങ്ങുവാണെങ്കിലോ നമ്മൾ ഫസ്റ്റ് ആണ്. നമ്മുടെ പിള്ളേർ അർമാദം ഒന്നും അറിയണ്ട. കാരണം നമ്മൾ ഇട്ടിരിക്കുമല്ലേ 5ഉം 10ഉം വീടൊക്കെ ഉണ്ടാക്കി എല്ലാം ഉണ്ടാക്കിയിട്ടിരിക്കല്ലേ. ഗ്രീക്കുകാരെ നോക്കി അങ്ങനല്ലേ, അവരുടെ ഗ്രീക്ക് ഇറ്റാലിയൻസ് നോക്കിയാൽ എന്താ 10-50 വർഷം മുന്നേ വന്നു, സ്ഥലങ്ങളെല്ലാം വാങ്ങി. പൊളൈറ്റസ് ഏറ്റവും സിമ്പിൾ എക്സാമ്പിൾ, പൊളൈറ്റസിനെ അറിയത്തില്ല. പൊളൈറ്റസ് ഒരാളാ, വലിയ കൊമ്പമീശുള്ള പൊളൈറ്റസ് വാങ്ങിച്ചു വെച്ചിരിക്കുന്ന സ്ഥലങ്ങളാണ് ഫുള്ള്. നമുക്ക് അറ്റ്മോസ്ഫിയർ കുറച്ചുകൂടി ലൈറ്റ് ആക്കാം. ഒരു റാപ്പിഡ് ഫയറിലേക്കാണ് പോകുന്നത്. ടക്കട്ടക്കേന്നാണ് ആൻസർ. ഓക്കേ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ടീ ഓർ കോഫി? Coffee, espresso. Wine? I'm a barista. I love coffees. I love espresso. UAE or Australian weather? Of course, UAE weather. Seriously? ഓസ്ട്രേലിയ ഒരു ദിവസം തന്നെ 5 ക്ലൈമറ്റോ 4 ക്ലൈമറ്റോ കാണത്തില്ലേ. നമ്മുടെ ബോഡിക്കൊന്നും രക്ഷയില്ല. തണുപ്പ് വന്നാൽ നമ്മൾ ഇരുന്ന് പോകും. One word friends used to describe Georgie? ഇറച്ചിക്കട. ശരീരവുമായി ജിമ്മിൽ പോയി എപ്പോഴും ഫുഡ് അതൊക്കെ ഇറച്ചിക്കട, തടിയൻ ഇറച്ചിക്കട. Biggest dream in your life? Biggest dream in my life? എനിക്ക് അങ്ങനൊന്നും ഇല്ല. ഇങ്ങനൊക്കെ അങ്ങ് പോയാൽ മതി, ഹാപ്പി ആയിട്ട് അങ്ങനെ അങ്ങ് പോയാൽ മതി. ഒരു കാലത്തുണ്ടായിരുന്നു അറിയപ്പെടുന്ന ഒരു റെസ്റ്റോറൻറ്റ് മാനേജർ ആകണം, അറിയപ്പെടുന്ന ഒരു വലിയ ഫുഡ് ആൻഡ് ബീവറേജ് മാനേജർ ആകണം. അതെ, ഞാൻ അറിയപ്പെട്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ ഹാപ്പി വിത്ത്. മോട്ടിവേഷൻ വേണ്ട, എനിക്കൊന്നും വേണ്ട. ഹാപ്പി. മോട്ടിവേഷൻ കൊടുക്കാൻ വന്ന മോട്ടിവേഷൻ എടുക്കപ്പെടില്ല, കൊടുക്കപ്പെടുക മാത്രമാണ്. നീ ഇങ്ങനെ അങ്ങ് പോയാൽ മതി. നമ്മുടെ ഒരു 10 സെന്റ് ബോട്ടിൽ കണ്ടാൽ ഏത് സ്പോട്ടിലാണ് എടുക്കാൻ തോന്നുന്നു? ഇപ്പൊ എടുക്കാൻ തോന്നും. അതിലൊരു മടിയുമില്ല.
അത് മടിയില്ല. കാരണം എൻ്റെ ബ്രാൻഡ് അതാ. വൈ യു ടേക്കിംഗ് ഇറ്റ്? ബിക്കോസ് ഫോർ ദ ഹോംലെസ്. അതെൻ്റെ ബ്രാൻഡാ. അതെൻ്റെ പാർട്ട് ഓഫ് മൈ ലൈഫ്. എൻ്റെ ബ്ലഡിലായി. നമ്മൾ പറയത്തില്ലേ, എത്ര വന്നാലും മാറത്തില്ല അവൻ. ഒത്തിരി പേര് എനിക്ക് ഇൻസ്പിറേഷൻ. ഞാനൊരു ക്രിസ്ത്യനാണ്. എനിക്ക് ബിബ്ലിക്കൽ ഒത്തിരി ഇൻസ്പിറേഷൻ ഉണ്ട്. എനിക്ക് അല്ലാതെ നോൺ ക്രിസ്ത്യൻ ഫ്രണ്ട്സ് ഉണ്ട്, ഒത്തിരി പേരുണ്ട്. പക്ഷെ എനിക്ക് സെലിബ്രിറ്റീസിന് ഒത്തിരി പേര് ഇഷ്ടമാണ്. ഞാൻ എപ്പോഴും ആഗ്രഹിക്കുന്ന കാര്യമുണ്ട്. ഇപ്പോഴത്തെ ദുൽഖർ സൽമാൻ, അല്ലെങ്കിൽ നമ്മളെ മലയാളികൾക്ക് അറിയാവുന്ന പൃഥ്വിരാജ്, ഇന്ദ്രജിത്ത്, നിവിൻ പോളി, എനിക്ക് അവരോട് കാണുമ്പോൾ ആഗ്രഹിക്കുന്ന ഒരു ചോദ്യം എന്താണെന്നറിയോ? അവരുടെ സിനിമയെ പറ്റിയൊന്നുമില്ല. വാട്ട് ഈസ് ഹൗ യു ബിൽഡ് യുവർ പാസീവ് ഇൻകം, ഹൗ യു ബിൽഡ് ഇറ്റ്, എന്താണ്, എന്തിൽ ഇൻവെസ്റ്റ് ചെയ്താലാണ് വി ക്യാൻ ഗ്രോ അവർ ഇൻകം? അതെനിക്ക് എപ്പോഴും ചോദിക്കാൻ ആഗ്രഹമുള്ള ചോദ്യം. ചേട്ടാ, ആ ചോദ്യങ്ങൾക്ക് എപ്പോഴെങ്കിലും ഉത്തരം കിട്ടിയിട്ടുണ്ടോ? ഇല്ല, ഞാൻ ആക്ച്വലി അവരെ പറ്റി ഒത്തിരി പഠിക്കാറുണ്ട്. ഇപ്പം ഞാൻ കേട്ടിട്ടുണ്ട് ബാംഗ്ലൂർ ഡേയ്സിൽ അവർ യൂസ് ചെയ്ത ബൈക്സും കാർസും ഒക്കെ ദുൽഖറിൻ്റെ തന്നെ കളക്ഷനാണ് കേട്ടിട്ടുണ്ട്. ഓക്കെ. പിന്നെ മമ്മൂട്ടിയുടെ തന്നെ ഇതുണ്ട്. എനിക്ക് തോന്നുന്നു ഹോസ്പിറ്റലാണ്, അപ്പോളോ ഹോസ്പിറ്റൽ, ചെന്നൈയിലുള്ള ആ ഹോസ്പിറ്റലാണ്. സുകുമാരിയൊക്കെ പോയി എല്ലാം മെഡിക്കേഷൻ എല്ലാം ചെയ്ത്. അപ്പം ഇവർക്കെല്ലാം പല രീതിയിൽ ഇവരെ പുറത്ത് സെലിബ്രിറ്റി എന്നറിയപ്പെട്ടാലും ദേ ആർ ഓൾ ഓൺട്രപ്രണേഴ്സ്. അതൊരു വലിയ ഫാക്ടറാണ്. അതെന്നെ ഒത്തിരി ഇൻസ്പയർ ചെയ്തിട്ടുണ്ട്. എന്തുകൊണ്ട് അവരൊരു ബ്രാൻഡ് ആയെന്നല്ല, എങ്ങനെ അവരതിനെ മാനേജ് ചെയ്യുന്നു. ഇപ്പം മോഹൻലാൽ ടേസ്റ്റ് ബഡ്സ് നമ്മളെല്ലാം കേട്ടിട്ടുണ്ട്. മോഹൻലാൽ റെസ്റ്റോറൻ്റൊക്കെ കേട്ടിട്ടുണ്ട്, പൊറോട്ടയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതല്ല, പക്ഷെ എന്തെങ്കിലുമൊക്കെ നമുക്കും എന്ത് ചെയ്യാൻ പറ്റും. നീ കൈ കടത്താത്ത മേഖല പെടത്തില്ലേ, ഒത്തിരി കാര്യങ്ങൾ നീ ചെയ്യാറുണ്ട്. ഔട്ട് ഓഫ് ബോക്സ് ചിന്തിക്കുക. ചിലർ കമ്മ്യൂണിറ്റി വർക്ക് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ തന്നെ ഫ്ലിപ്പ് സൈഡ് ഉണ്ട്. അതായത് അക്ഷയ് കുമാർ നോക്കുവാണെങ്കിൽ ഇപ്പം എൻ്റെ പിള്ളേരുണ്ട് പറയും, വി നീഡ് ടു ഗോ ഫോർ ഔട്ടിങ്, അല്ലെങ്കിൽ വി നീഡ് ടു ഈറ്റ് ലേറ്റ് ഡിന്നർ. ഞാൻ പറഞ്ഞ അക്ഷയ് കുമാർ കഴിക്കാറുണ്ട്. ഇല്ല, പുള്ളി പാർട്ടീസിന് പോകാറില്ല. 9 മണിക്ക് പുള്ളി കിടന്ന് ഉറങ്ങും, 5 മണിക്ക് എണീക്കും. പുള്ളി ഈ കോർ എക്സസൈസസ് ചെയ്യുന്നത്. CR7 ക്രിസ്ത്യാനോ റൊണാൾഡോ വെള്ളമല്ലാതെ ഒരു സാധനം പുള്ളി കുടിക്കത്തില്ല. എൻ്റെ ഫ്ലിപ്പ് സൈഡാണ്. ഞാൻ ഒരു സൈഡിൽ നമ്മൾ വെൽത്ത് ഉണ്ടാക്കണം, എല്ലാം ഉണ്ടാക്കണം, ഇങ്ങനെയുള്ള ആൾക്കാർ പറയുമ്പോൾ അതിൻ്റെ ഫ്ലിപ്പ് സൈഡാണ് ഈ ക്രിസ്ത്യാനോ റൊണാൾഡോ ആ ഒരു സോഫ്റ്റ് ഡ്രിങ്ക് എടുത്ത് മാറ്റിയപ്പോൾ അവരുടെ ഷെയർസ് പൊട്ടി. കാരണം പുള്ളി പറയുന്നത് ഹാർഡ് വർക്ക് ഹാർഡ്. നമുക്ക് ചാരിറ്റിക്ക് ഉപയോഗിക്കാം. അത് വേറെ. പക്ഷെ നമ്മൾ അടുത്തൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ അടുത്ത നെക്സ്റ്റ് ജനറേഷൻ, അതായത് ജെൻസിയുടെ കൂടെ പിടിച്ചു നിൽക്കാൻ നമുക്ക് ഇങ്ങനെയുള്ളവരുടെ കാര്യങ്ങൾ അറിഞ്ഞേ പറ്റും. കാരണം ജെൻസി ഇപ്പോൾ കൂടുതൽ സംസാരിക്കുന്നത് എന്താ, യു ആർ മില്ലേനിയൽസ്, നമ്മളെല്ലാം മില്ലേനിയൽസ് അല്ലേ, പ്രായമായി, യു ഗൈസ് ഡോണ്ട് നോ. നമ്മൾ അവരോട് പിടിച്ചു നിൽക്കാൻ, നമ്മൾ അവരുടെ കൂടെ തന്നെ നിൽക്കണം. കാരണം നമ്മുടെ പിള്ളേരെ ആക്ച്വലി അതൊരു വലിയ ടോപ്പിക് ആക്ച്വലി. പക്ഷേ നമ്മുടെ പിള്ളേരെ ലോസ്റ്റ് ആകുന്നതിന് പകരം നമ്മൾ അവരോട് നിൽക്കണം. നമുക്ക് അതിന് എക്സാമ്പിൾസ് വേണം. CR7 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പിള്ളേർ മിണ്ടത്തില്ല. അത് ശരിയാ, പക്ഷെ അത് കാര്യമില്ല. പിള്ളേരുടെ യൂത്ത് ഐക്കണുമാണ്. കാരണം എന്ത് നോക്കിയാലും പുള്ളിക്കുണ്ട്. അല്ല, നമ്മളിപ്പോ നാട്ടിൽ ചെന്നാല് ഇപ്പം ബംഗാളിയോട് സംസാരിക്കണേ, ഹിന്ദി പഠിക്കുന്നുള്ളതിന് ജെൻസിയോട് സംസാരിക്കണേലും വേറൊരു ഭാഷ പഠിക്കേണ്ട ഒരു ആവശ്യമാണ്. അപ്പം നമ്മൾ ശരിക്കും മോള് ചോദിച്ചിട്ടുണ്ട്, പപ്പാക്ക് ഈ സോങ് ഒക്കെ എങ്ങനെ അറിയാം? എനിക്കെല്ലാം അറിയാം. എല്ലാം അറിയാടി, കേട്ട് പോണ്ടേ, കാരണം പിടിച്ചേക്കണ്ടേ പിള്ളേരുടെ അടുത്ത്. അതെ, ലോട്ട് ഓഫ് ഇൻഫർമേഷൻ ഇൻ ഷോർട്ട് സ്പാൻ അല്ലേ? അതെ. ചേട്ടാ, അടുത്ത ചോദ്യം. One habit you wish everyone had? സ്മൈൽ. ഒരു തോട്ട് പ്രൊവോക്കിംഗ് കിട്ടില്ല ആൻസർ. ഞാൻ പോലും അങ്ങനെ ചിന്തിച്ചില്ല. സ്മൈൽ, ചിരി. നമ്മൾ ഫുൾ ടൈം ഇരുന്ന് ചിരിച്ചുകൊണ്ടാണെന്ന് ചേട്ടൻ അങ്ങനെ പറഞ്ഞത്. ചിരി പലതും ആകാം, ചിരിയെന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ആ ഒരു ഉത്തരത്തോടൊപ്പം ഞാൻ ആഡ് ചെയ്യാണ്, ഓസ്ട്രേലിയയിൽ വന്നതിന് ശേഷമാണ് ഒരു കംപ്ലീറ്റ് റാൻഡം സ്ട്രേഞ്ചർ നോക്കി ചിരിക്കാൻ എന്നെ പഠിപ്പിച്ചത്. നാട്ടില് ഒരുപക്ഷെ നമ്മളൊരു റാൻഡം സ്ട്രേഞ്ചർ നോക്കി ചിരിക്കുക എന്ന് പറയുന്നത് അത്ര സുപരിചിതമല്ലാത്തൊരു കാര്യമാണ്. ചിരിച്ചാ പറയാനല്ലോ ഓട്ടോ, എന്താടാന്ന് ചോദിക്കും, എന്താടാ ചിരിക്കുന്നേ. ഇവിടെ ചിരി മാത്രമല്ല, ഹേയ് മാൻ ഹൗ ആർ യു എന്ന് ചോദിക്കണം, അല്ലെങ്കിൽ ഇന്നത്തെ ദിവസം എങ്ങനെ പോകുന്നു എന്ന് ചോദിക്കുന്ന ഒരു ഫസ്റ്റ് ഫേസ്. വെരി ഗുഡ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ചേട്ടൻ ലൈഫ് ഫിലോസഫി ഒരു സെന്റൻസിൽ പറയണമെന്ന് വന്നാൽ എന്തായിരിക്കും? If you can change someone's destiny, then it's called as the biggest miracle in life. ഇത് ഞെട്ടിച്ചോണ്ടിരിക്കുകയാണ്, ഓരോ നിമിഷവും ഞെട്ടിച്ചോണ്ടിരിക്കുകയാണ്. ഇച്ചിരി എലാബറേറ്റ് ആയിട്ട് മലയാളത്തിൽ പറയുവാണെങ്കിൽ, ഇപ്പം നിങ്ങൾ ഒരുവന്റെ ലൈഫിന്റെ ഡെസ്റ്റിനി, അതായത് ഇന്ന് രാത്രിയിൽ പുറത്ത് കിടക്കുന്ന ഒരു ഹോംലെസ് ചിന്തിക്കുവാണ്, ഇന്ന് എനിക്ക് ആഹാരം തരാൻ ആരുമില്ല, ഞാൻ ഇന്ന് പട്ടിണി കിടന്ന് ഉറങ്ങണം എന്ന് കരുതുന്നവന് നീ പുറത്തിറങ്ങുമ്പോൾ ഒരു പാത്രം ആഹാരം കൊടുത്താൽ അവൻ്റെ ഡെസ്റ്റിനിയാണ് നീ ചേഞ്ച് ചെയ്യുന്നത്. അവൻ്റെ വിധിയെയാണ് നീ മാറ്റി എഴുതുന്നത്. ആ വിധിയെ മാറ്റി എഴുതുന്നതിൻ്റെ അത്രയും വലിയ മിറക്കിൾ ലോകത്ത് വേറെ ഒന്നുമില്ല.
ഇതെൻ്റെ പേഴ്സണൽ മാത്രം വേർഡാണ്. ട്രേഡ് മാർക്ക്. ദിസ് ഈസ് മൈ TM. പേറ്റന്റഡ് ബൈ ജോർജി. എനിക്കത് എവിടെ പറയുന്നതിന് ഒരു ബുദ്ധിമുട്ടില്ല. If you can change someone, if you change a person's destiny, it's called the biggest miracle in life. അതാണ് ചേട്ടന് ചെയ്തുകൊണ്ടും ഇരിക്കുന്നത്. അതെ, എക്സാക്ട്ലി. ഓക്കെ, ചേട്ടന്റെ ലൈഫ് തന്നെ പാഷൻ ആക്കി, അല്ലെങ്കിൽ പാഷൻ ലൈഫ് ആക്കി എന്ന് വേണമെങ്കിൽ നമുക്ക് ഇതിനകത്തൂടെ പറയാൻ See, പറ്റും. you can change destiny in so many ways. ഒരു ഫോൺ കോൾ, ഫുഡ്, മോണിറ്ററി സപ്പോർട്ട്, ഇരിക്കുക, കൂടെ ഇരിക്കുക. നീ പറഞ്ഞ പോലെ വെറുതെ ഇരുന്ന് സംസാരിക്കാൻ ചേട്ടനെ കിട്ടുമോ? ഇല്ല. കാരണം ഒത്തിരി പേര് എൻ്റെ കൂടെ വെറുതെ വന്ന് ഇരുന്നവരുണ്ട്. എനിക്കറിയാം ചേട്ടൻ്റെ കൂടെ സംസാരിക്കുമ്പോൾ ഒരു സമാധാനം കിട്ടും എന്ന് പറയുന്നുണ്ട്. പിന്നെ കരിയർ അറിയാൻ വേണ്ടി ഒത്തിരി പേര് ചോദിക്കുന്നവരുണ്ട്. എങ്ങനെ ചെയ്യണം ചേട്ടാ, അടുത്ത് എന്ത് ചെയ്യണം? എൻ്റെ എന്നെ പഠിപ്പിച്ച ടീച്ചേഴ്സിൻ്റെ മക്കൾ എന്നോട് ചോദിച്ചിട്ട് കരിയർ എടുത്തവരുണ്ട്. അങ്ങനെയൊക്കെ ഉണ്ട് ഒത്തിരി കാര്യങ്ങൾ വെച്ചാൽ. ഒരു കഴിഞ്ഞ ഒരു മണിക്കൂറോളം ജോർജിയയെ കുറിച്ച് നമ്മൾ കേട്ടു. പല 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 മേഖലകളിലൂടെയാണ് അദ്ദേഹം സഞ്ചരിച്ചത്. നമ്മളൊരു ട്രജക്ടറി എടുക്കുവാണെങ്കിൽ ഒരു പക്ഷേ കേരളത്തിൽ തനി നാടൻ മലയാളിയായിട്ട് വരികയും പല രാജ്യങ്ങൾ കറങ്ങുകയും അതിനോടൊപ്പം ചാരിറ്റി പ്രവർത്തനം, കമ്മ്യൂണിറ്റിയിൽ സജീവമായി പ്രവർത്തിക്കുന്നു. ഇത്രയൊക്കെ ഒരു ജേർണി സ്പാൻ എടുക്കുമ്പോൾ ചേട്ടാ ഒറ്റ വാക്കിൽ ചേട്ടൻ അബ്സ്ട്രാക്ട് ചെയ്യുന്നത് എങ്ങനെയായിരിക്കും? ദ സെൻഡേഴ്സ്, അയക്കപ്പെട്ടവൻ. ദ സെൻഡേഴ്സ്, അയക്കപ്പെട്ടവർ. ദ സെൻഡർ, അയക്കപ്പെട്ടവൻ. ഒരുപാട് ആൾക്കാർക്ക് വേണ്ടി അയക്കപ്പെട്ടവൻ. അതാണ് ആക്ച്വലി നമ്മളെല്ലാം അയക്കപ്പെട്ടവരാ പലതിനു വേണ്ടി. പിന്നെ ഒരു വേർഡ് അലൈൻമെന്റ് ബിഫോർ അസൈൻമെന്റ്. Alignment before assignment. Be aligned in your point and then you do the assignment. എനിക്ക് തോന്നുന്നു ചേട്ടന് ലൈഫിന്റെ പർപ്പസ് ഓൾമോസ്റ്റ് കണ്ടെത്തിയെന്ന് തോന്നുന്നു. കാരണം പല ആൾക്കാരും ശ്രമിക്കുന്നത് ലൈഫിന്റെ പർപ്പസ് Purpose കണ്ടു. കണ്ടെത്തി വരുന്നത്. ഞാൻ എന്തിനാണ് അതെ. ഇത് ജീവിക്കാൻ ആഗ്രഹിക്കുന്നത്? അതെ, നമ്മുടെ ലാലേട്ടൻ പറഞ്ഞ പോലെ അറാം തമ്പുരാനകത്ത് അത് കണ്ടെത്തുക എന്നുള്ളതാണ് ഓരോ മനുഷ്യ ജീവിതത്തിന്റെ. Exactly. പക്ഷെ ചേട്ടൻ അത് ഓൾറെഡി കണ്ടെത്തിയതിൽ വളരെ അതാ സന്തോഷം. ഞാൻ ആദ്യം പറഞ്ഞ പോലെ I know my purpose in life. There's no one else who can do this. I've been sent to do this. അയക്കപ്പെട്ടവനാണ് ഞാൻ, ദ സെൻഡർ. അതാണ് എനിക്ക് എല്ലാവരോടും പറയാനുള്ളത്. കേൾക്കുന്ന ആർക്കായാലും നിങ്ങളുടെ ലൈഫിൻ്റെ പർപ്പസ്, നിങ്ങൾ ആക്ച്വലി നമ്മുടെ എല്ലാ ലൈഫിലെ പർപ്പസ് നമ്മൾ ഒരു ടൈമിൽ കൂടെ നമ്മൾ കടന്നു പോകും. ചിലരത് ടു ലേറ്റ് ആയിട്ട് ഡെത്ത് ബെഡിലൊക്കെ ഓർക്കുന്നവരുണ്ട്. ലൈഫിലൊന്ന് പാസ്റ്റായിട്ട് തിരിഞ്ഞ് നോക്കുന്നവരുണ്ട്. പക്ഷേ നമ്മുടെ ലൈഫിൽ പലപ്പോഴും നമ്മൾ ചിന്തിക്കും ഇതായിരുന്നല്ലോ ഞാൻ ചെയ്യേണ്ടത്. പക്ഷെ അതങ്ങ് ചെയ്യുക. അതിനകത്ത് നിങ്ങൾ ഫാമിലി ടൈസും ഒന്നും നോക്കരുത്. കാരണം യുവർ ലൈഫ് ഈസ് ഓൺലി യുവേഴ്സ്. അവസാനം ആരും കാണത്തില്ല. ഫാമിലി ഉണ്ട്, ഇല്ല എന്നല്ല, പക്ഷേ ആ ഒരു ജീവിതം നരകിച്ച് ജീവിക്കുന്നതിനേക്കാളും എന്തുകൊണ്ടും നല്ലതായിരിക്കും സന്തോഷം. നിങ്ങളത് ചെയ്ത് കഴിയുമ്പോൾ ഒത്തിരി പേര് അത് ഹെൽപ്പ് ചെയ്യും. നമ്മൾ 3 Idiotsലൊക്കെ കണ്ടിരിക്കുന്ന പോലെ അവൻ്റെ പാഷൻ ഫോട്ടോഗ്രാഫിയാണ്. സോ ഹി ലേൺ ദ പാഷൻ. അപ്പോൾ എത്ര കാശൊക്കെ ഉണ്ടാക്കും, കാശ് കുറച്ചായിരിക്കും ഉണ്ടാക്കുന്നത്, പക്ഷേ ഐ വിൽ ബി ഹാപ്പി. നമ്മുടെ പേരൻസിനോ അല്ലെങ്കിൽ നമ്മുടെ വൈഫിനോ നമ്മുടെ കിഡ്സിനോ നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കുന്നതിൻ്റെ അത്രയും വേറെ എന്താ വേണ്ടി? അതെ. ഓക്കെ, മണി കുറവായിരിക്കും, നമുക്ക് 10 വീട് വാങ്ങിക്കാൻ പറ്റത്തില്ല, പക്ഷെ ഒരു വീട്ടിൽ നിങ്ങൾ സമാധാനത്തോടെ ഇരിക്കുന്നതിൻ്റെ അത്രയും മെന്റൽ ഹാപ്പിനെസ് വേറെ ഒന്നിനും കിട്ടത്തില്ല. സോ ഐ വുഡ് സേ ദ സെൻഡർ. അതാണ് എൻ്റെ ലൈഫ്. ഐ ബീൻ സെന്റ് ടു ഡു ദിസ്. വളരെ സന്തോഷം ചേട്ടാ, ഒരുപാട് ഇൻഫർമേഷൻ ഷെയർ ചെയ്തു. നമ്മളെ ചിന്തിപ്പിക്കുകയും അതെ. അതോടൊപ്പം തന്നെ ആ ചേട്ടന്റെ യാത്രയിലൂടെ നമ്മളെ കൊണ്ടുപോവുകയും അതെ, ചെയ്തു. മോട്ടിവേറ്റ് ചെയ്തു. അതെ. എനിക്ക് തോന്നുന്നത് ഇത് കേൾക്കുന്ന എല്ലാവർക്കും തന്നെ എന്താണ് ചാരിറ്റി, അല്ലെങ്കിൽ ചാരിറ്റിയിലോട്ട് വരാൻ ഇപ്പോഴ് ഒരു കൺഫ്യൂഷൻ ഉള്ള ഒരുപാട് ആൾക്കാർക്ക് ഒരു നല്ലൊരു ഗൈഡൻസ് ആയിട്ടുള്ള കുറേ ഇൻഫർമേഷൻ ചേട്ടൻ ഷെയർ ചെയ്തു. അതേപോലെ തന്നെ ചേട്ടൻ എക്സ്പോഷർ ടു ദി ഡിഫറെൻറ്റ് പാർട്ട് ഓഫ് ദി വേൾഡ്, ഓൾസോ കുറേ ലൈഫ് സ്റ്റൈലുകളെ നോക്കിക്കാണുന്നത്, അതല്ലെങ്കിൽ കൾച്ചറൽ ആയിട്ടുള്ള ഡിഫറൻസിൽ കൂടെ ചേട്ടൻ കടന്നു പോയപ്പോൾ വാട്ട് യു ഹാവ് ഡൺ, അങ്ങനെയൊക്കെയുള്ള കുറേ ഇൻസ്പയറിംഗ് സ്റ്റോറീസ്. വാസ് വെരി ഹെൽപ്ഫുൾ സെഷൻ. താങ്ക് യു ഫോർ കമ്മിങ് ആൻഡ് ജോയ് ടോക്സിന്റെ ഭാഗമായതിൽ ഒരുപാട് നന്ദി. We are so proud to have you. Thank you once again. എല്ലാവർക്കും thanks, especially Joy Talks. Like I know it's only the second episode. I wish it goes multiplying and it goes 100-fold. അങ്ങനെയാണല്ലോ പറയുന്നത്. ഒരുവൻ നല്ല വിത്ത് വിതച്ചു, അത് നല്ല നിലത്ത് വീണപ്പോൾ അത് 60-100 മേനിയായി എന്ന് പറയുന്നത്. ലെറ്റ് ഇറ്റ് ഗ്രോ, ലെറ്റ് ഇറ്റ് മൾട്ടിപ്ലൈ. Exactly. Thank Thank you.